യെസ്, ഓക്കെ. ഇപ്പൊ സാറ് പറഞ്ഞ പോലെ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് കൺസിസ്റ്റൻസി ആണ്. അപ്പൊ ഈ സെഷൻസിന്റെ ഏറ്റവും ഇമ്പോർട്ടൻസ് എന്താന്ന് ചോദിച്ചാല് നമ്മൾ കുറെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ മെയിൻ ആയിട്ട് പഠിപ്പിച്ചു തരാൻ പോകുന്നത്. ഓക്കെ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ്. അതായത് നിങ്ങൾക്ക് ഇത്രയും വർഷം ഓൾമോസ്റ്റ് നിയർലി ഒരു 8 ഇയേഴ്സിന്റെ ഇടയിൽ വന്ന എല്ലാം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസും അതിന്റെ എന്താ പറയാ ഈസിയസ്റ്റ് വേ ടു സോൾവും എല്ലാം ഞാൻ പറഞ്ഞുതരും. പിന്നെ സാറ് പറഞ്ഞ പോലെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചോദിക്കാം. ഓക്കെ, ഒന്ന് ചാറ്റ് ബോക്സിലോ അല്ലെങ്കിൽ മൈക്ക് ഓൺ ചെയ്യേണ്ട, ബിക്കോസ് എല്ലാം കൂടി സംസാരിക്കുമ്പോൾ ബുദ്ധിമുട്ട് വരും. നിങ്ങൾ ചാറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, ഞാൻ കാണുകയാണെങ്കിൽ അപ്പം റിപ്ലൈ തരും. അഥവാ ഇല്ലെങ്കിൽ ലാസ്റ്റ് ഒരു 5 മിനിറ്റ്സിൽ നിങ്ങൾ എല്ലാ ഡൗട്ട്സ് ഞാൻ ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. ഏറ്റവും എന്താ പറയാ ഇഷ്ടത്തോടു കൂടി പഠിക്കാം. ഓക്കെ, ജസ്റ്റ് എന്താ പറയാ ക്ലാസ് കേൾക്കുക, നോട്ട് എഴുതിയെടുക്കുക അങ്ങനെ വേണ്ട. ഓരോ ക്വസ്റ്റ്യൻസ് തരുമ്പോൾ നിങ്ങൾ അത് എൻജോയ് ചെയ്തിട്ട് ആൻസേഴ്സ് കണ്ടെത്തുക. കിട്ടിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ ശരിയാക്കി തരാം. ഓക്കെ, അറിയാലോ. അപ്പൊ 4 ചാപ്റ്റേഴ്സ് ആണുള്ളത് അല്ലേ? അതെ 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 അതെ, ബെഞ്ചുമാർക്ക് തിരൂര് +1 +2 എടുക്കുന്ന സാറല്ല? ആണ്, അത് തന്നെയാണ്. അറിയാലോ അല്ലേ? ഓക്കെ, ഞാൻ ബെഞ്ച്മാർക്കിന്റെ ഫാക്കൽറ്റി തന്നെയാണ്. ഓക്കെ, അപ്പോ എനിക്ക് പറയാനുള്ളത് 4 ചാപ്റ്റേഴ്സ് ആണ് നമുക്കുള്ളത് അല്ലേ? അതില് ഇലക്ട്രിസിറ്റിയും കറന്റ് ഇലക്ട്രിസിറ്റിയും പിന്നെ അത് മീൻസ് ഇലക്ട്രിസിറ്റിയും ലൈറ്റ് റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ ആ ചാപ്റ്ററിനാണല്ലോ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ ഏറ്റവും ബുദ്ധിമുട്ട് തോന്നുന്നത് അല്ലേ? എവിടെ ശരിയല്ലേ? അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഇലക്ട്രിസിറ്റിന്ന് അങ്ങോട്ട് തുടങ്ങാം. ഫസ്റ്റ് അതിന്റെ ബേസ് മുതൽ സാറ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് മെല്ലെ സർക്യൂട്ട് പ്രോബ്ലംസിലേക്ക് പോവാം. ഇന്നിപ്പോ എന്തായാലും ഞാൻ ചാപ്റ്ററിന്റെ കുറച്ച് ബേസിക് കാര്യങ്ങളും ഒരു ഡിഫറെന്റ് കുറച്ച് ക്വസ്റ്റ്യൻസും ചെയ്ത് നോക്കാം. ഓക്കെ, അത് കഴിഞ്ഞ് നെക്സ്റ്റ് ക്ലാസ് ഒക്കെ ആകുമ്പോൾ ഒന്നും കൂടി നിങ്ങൾ ട്രാക്കിലേക്കായിട്ട് ഇങ്ങനെ നമുക്ക് ഹൈ ലെവലിലേക്ക് ഇങ്ങനെ മെല്ലെ പൊക്കോണ്ടിരിക്കാം. ഓക്കെ അല്ലേ? അപ്പൊ എനിക്ക് ആദ്യം വേണ്ടത് നിങ്ങളെ 100% സപ്പോർട്ടാണ്. അതായത് പ്രോപ്പർ ആയിട്ട് എൻഗേജ് ആണോ ക്ലാസ്സിൽ, വേറെ ഒന്നും ചെയ്യണ്ട. ഓക്കെ, പ്രോപ്പർ ആയിട്ട് എൻഗേജ് ആയാൽ മതി. നിങ്ങൾക്ക് ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കും, ഇന്ററാക്ട് ചെയ്യണം, വെറുതെ ഇരിക്കൊന്നും വേണ്ട. ഓക്കെ, എന്നാ ശരി, സ്റ്റാർട്ട് ചെയ്യല്ലേ? ഓക്കെ 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 ഓക്കെ, ഞാൻ ബോർഡ് ഇപ്പൊ ഷെയർ ചെയ്യാം. ജസ്റ്റ് എ മിനിറ്റ്. മക്കൾ ഓഡിബിൾ അല്ലേ? പെർഫെക്റ്റ്ലി ഓഡിബിൾ അല്ലേ? യെസ്, ഓക്കെ ഫൈൻ. നമ്മൾ സ്റ്റാർട്ട് ചെയ്യല്ലേ? അപ്പൊ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ ഇലക്ട്രിസിറ്റി ആണ്. അതിന് കുറച്ച് ബേസിക്സ് മുതൽ നമുക്ക് മെല്ലെ തുടങ്ങി മെല്ലെ 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 അങ്ങനെ പോവാട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തേക്ക് സ്വിച്ച് ഓൺ ചെയ്യാം. ഓക്കെ, അതിന് മുന്നേ എനിക്ക് ആദ്യം ഒരു കാര്യം പറയാനുണ്ട്. ഒരു ഇലക്ട്രോണിന് ചാർജ് ഉണ്ട് അല്ലെ? കാരണം ഒരു കണ്ടക്ടർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൽ ഒരുപാട് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവും അല്ലെ? ഉണ്ടാവില്ല മക്കളെ? അപ്പൊ ഇതിന്റെ ഉള്ളിൽ കുറെ ഇലക്ട്രോൺസ് ഉണ്ടാവും. ഓരോ ഇലക്ട്രോൺസിനും ചാർജ് ഉണ്ട്. ഓരോ ഇലക്ട്രോൺസിനും എന്തുണ്ട്? ചാർജ് ഉണ്ട്. ഒരു ഇലക്ട്രോണ് ക്യാരി ചെയ്യുന്ന ചാർജ് എത്രയാണെന്ന് ചോദിച്ചാൽ 1.6 × 10⁻⁻19 കൂളം ആണ്. കൂളം ഇസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് യൂണിറ്റ് ഓഫ് ചാർജ്. യൂണിറ്റ് ഓഫ് ചാർജിനാണ് നമ്മൾ കൂളം എന്ന് പറയാം അല്ലെ? അപ്പൊ ഒരു ഇലക്ട്രോൺ എത്ര ചാർജ് ആണ് ക്യാരി ചെയ്യുന്നത്? 1.6 × 10⁻⁻19 കൂളം ചാർജ് ആണ് ക്യാരി ചെയ്യുന്നത് അല്ലേ? യെസ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, സാർ ടു ഇലക്ട്രോൺസ് ആണെങ്കിൽ എത്ര ചാർജ് ക്യാരി ചെയ്യും? അപ്പോ ചാർജ് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഇസ് Q. ഇഫ് ഇറ്റ് ഇസ് 2 ഇലക്ട്രോൺ നമ്മൾ എന്താ ചെയ്യുക? 2 × 1.6 × 10⁻⁻19 കൂളം എന്ന് മാർക്ക് ചെയ്യും അല്ലേ? അപ്പൊ 3 ഇലക്ട്രോൺസിന്റെ കേസ് ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യാ? ഞാൻ ബേസ് മുതൽ പറഞ്ഞു തരാം. 3 × 1.6 × 10⁻⁻19 കൂളം എന്ന് എഴുതും അല്ലേ? യെസ്. അപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് ചിലപ്പോൾ ഡിഫിക്കൽട്ട് ആയിരിക്കും ഇത്രയും വലുതാക്കി എഴുതാൻ അല്ലെ? അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇതിനെ ഞാൻ E എന്ന് റെപ്രസെന്റ് ചെയ്യാം. E ഈസ് നത്തിങ് ബട്ട് ചാർജ് ഓഫ് ആൻ ഇലക്ട്രോൺ. ഈസ് നത്തിങ് ബട്ട് ചാർജ് ഓഫ് ആൻ ഇലക്ട്രോൺ. ഓക്കെ, അപ്പൊ ഇവിടെ 3 ഇലക്ട്രോൺസ് ആയതുകൊണ്ട് സാർ 3 കൊടുത്ത്. ഇഫ് ഇറ്റ് ഈസ് 4 ഇലക്ട്രോൺ നമ്മൾ എന്താ ചെയ്യാ? അത് 4 എന്ന് പറയും അല്ലെ? ഒരു 5 ഇലക്ട്രോൺസ് ആണെങ്കിലോ?
5, 10 ഇലക്ട്രോൺസ് ആണെങ്കിൽ വെരി ഗുഡ് 10 ആയിരിക്കും. 100 ഇലക്ട്രോൺസ് ആണെങ്കിൽ 100 ആയിരിക്കും. ഇഫ് ഇറ്റ് ഈസ് n ഇലക്ട്രോൺസ് നമ്മൾ അതിനെ എങ്ങനെ എഴുതും? n into 1.6 into 10 raised to minus 16. ഈ വാല്യൂ ഇസ് റെപ്രസെന്റഡ് ബൈ E. അല്ലേ? അപ്പോ ടോട്ടൽ ചാർജ് കണ്ടുപിടിക്കാൻ വി ക്യാൻ യൂസ് ദി ഇക്വേഷൻ Q ഇസ് ഈക്വൽ ടു NE. ടോട്ടൽ ചാർജ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ഇക്വേഷൻ യൂസ് ചെയ്യും? Q ഇസ് ഈക്വൽ ടു, where Q is total charge, where N is number and E is charge of an electron. That value is 1.6 into 10 raised to minus 19. ഇതുവരെ ക്ലിയർ ആയിട്ടുണ്ടോ? This is most important equation. Q is equal to NE. Hope you understood. ഒരു ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു yes sir or no sir. സ്റ്റാർട്ടിങ് ആയതുകൊണ്ടാട്ടോ, പിന്നെ ഞാൻ എല്ലാം കൂടി കൂട്ടും. റെഡി ആവും. എവിടെ? അത് എല്ലാരും ലൈവ് ആവണം കേട്ടോ. എവ്രി വൺ ഇവിടെ എല്ലാരും ക്ലാസ് കംപ്ലീറ്റ് കേൾക്കാം പ്രോപ്പർ ആയിട്ട്. ഓക്കെ ഫൈൻ. ഓക്കെ, അപ്പൊ ഒന്നും കൂടെ ഞാൻ പറഞ്ഞു തരാം. Q is equal to NE, where N is number of electron and E is charge of an electron. ഈ N ഉം E യും മൾട്ടിപ്ലൈ ചെയ്താൽ ടോട്ടൽ ചാർജ് കിട്ടും. ക്ലിയർ? ഓക്കെ, ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചോദ്യം ഉണ്ട്, അതായത് ഇലക്ട്രിസിറ്റിയിൽ സെക്കൻഡ് പേജിൽ അടിയിൽ ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ട്, 3 ക്വസ്റ്റ്യൻസ്. അതിൽ തേർഡ് ക്വസ്റ്റ്യൻ ആണ്. എന്താന്ന് ചോദിച്ചാൽ, ഓക്കെ ഞാനിതൊന്ന് ക്ലിയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിൽ ചോദ്യം എന്താന്ന് ചോദിച്ചാൽ 1 കൂളം കൺസിസ്റ്റ് ഓഫ് ഹൗ മച്ച് ചാർജ്? ഒരു കൂളമില് അല്ല, എത്ര കൂളം ചേരുമ്പോഴാണ് 1 കൂളം ആവാം? 1 സെക്കൻഡ് സോറി, എത്ര ഇലക്ട്രോൺസ്, ഹൗ മെനി ഇലക്ട്രോൺസ് ടുഗെദർ ഫോം 1 കൂളം എന്നാണ് ചോദിക്കുക. ഓക്കെ, 1 സെക്കൻഡ് ഒന്നും കൂടി ഞാൻ പറഞ്ഞു തരാം. ജസ്റ്റ് എ മിനിറ്റ്. How many electrons combine to form 1 coulomb? ഒരു 1 coulomb ചാർജ് കിട്ടണമെങ്കിൽ എത്ര ഇലക്ട്രോൺസ് വേണമെന്നാണ് ചോദ്യം. വാട്ട്സ് ദി ക്വസ്റ്റ്യൻ? 1 coulomb ചാർജ് കിട്ടണമെങ്കിൽ എത്ര ഇലക്ട്രോൺസ് വേണമെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, ചോദ്യം ഓക്കെ ആയിട്ടുണ്ടോ? ഇഫ് ഇറ്റ് ഇസ് yes, write yes on chat box. ചോദ്യം ഓക്കെ ആണെങ്കിൽ ആൻസർ ഞാൻ പറഞ്ഞു തരാം. ആൻസർ ആയിട്ടില്ല. നിങ്ങൾ ക്വസ്റ്റ്യൻ ഓക്കെ ആണെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ഇനി വരട്ടെ. ഓക്കെ, ഇല്ല പോരാ, ഇനി എനിക്ക് റെസ്പോൺസ് വേണം. കുറച്ചും കൂടെ വേണം. അത് പോരാ. ഓക്കെ, ക്വസ്റ്റ്യൻ ഇസ് ഓക്കെ അല്ലേ? ഈ ചോദ്യത്തിന്റെ ആൻസർ ഞാൻ പറഞ്ഞു തരാം. ഹൗ മെനി ഇലക്ട്രോൺസ് ചേർന്നാലാണ് 1 കൂളം ആവാം അല്ലെ? അതിന്റെ ആൻസർ സോ സിമ്പിൾ. ക്വസ്റ്റ്യൻ ഓക്കെ ആയിട്ടുണ്ടോ? ഓക്കെ, യെസ് കണ്ടു. ഓക്കെ, അതിന് ആൻസർ ഞാൻ പറഞ്ഞു തരാം. വി നോ Q is equal to NE അല്ലേ? Q is equal to NE. Q എത്ര കൂളം ചാർജ് ആണ്? 1 കൂളം. അപ്പൊ Q we have to give 1 is equal to number of electrons. അത് എനിക്കറിയില്ല. That is what we have to find. That is what we have to find. Okay, അപ്പൊ n നമ്മൾ കണ്ടുപിടിക്കണം. അതിന്റെ വാല്യൂ എനിക്കറിയില്ല, because we have to find that. Okay, എത്ര number of electron into what is charge of an electron? E എന്ന് വെച്ചാൽ charge of an electron. Anyone knows what is charge of the electron? ഓർമ്മ ഉണ്ടോ? ചാർജ് ഓഫ് ദി ഇലക്ട്രോൺ ഓർമ്മ ഉണ്ടോ? ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. 1.6 into 10 raised to minus 19 coulomb. Very good. Okay, so 1.6 into 10 raised to minus 19 coulomb. ഇതാണ് 1 ഇലക്ട്രോണിന്റെ ചാർജ്. What they ask is how many എന്ന് വെച്ചാൽ നമ്പർ അല്ലേ? അപ്പൊ n ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? So it is so easy. So if you want to find n is equal to 1 divided by 1.6 into 10 raised to minus 19. 1 by 1.6 into 10 raised to minus 19. We will get the answer 6.25 into 10 raised to 18 electrons. Once again, എത്രയാണ് 6.25 into 10 raised to 18 electrons? മക്കളെ, ഇത്രയും ഇലക്ട്രോൺസ് കൂടി ചേർന്നാലാണ് ഒരു കൂളം ചാർജ് ആവാ. So 1 coulomb charge is not a simple thing. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ ഇത്ര മാത്രം ഇലക്ട്രോൺസ് ആണെന്ന് ചിന്തിച്ചു നോക്ക്. 6.25 into 10 raised to 18. 10 raised to 18 എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് 6.25 into 10 raised to 18. അത്രയും സീറോസ് വേണം. അപ്പൊ എത്രമാത്രം വലിയ എമൗണ്ട് ഓഫ് ഇലക്ട്രോൺസ്, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കൂടി ചേർന്നാലാണ് 1 കൂളം ആവാം. ഒരുപാട് വലിയ വാല്യൂ അല്ലേ അത്? അല്ലേ?
സോ ഇത് വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്തുതരാം, ശ്രദ്ധിച്ചോ. ഹൗ മെനി ഇലക്ട്രോൺസ് കമ്പൈൻ ടു ഫോം 1 കൂളം എന്നാണ് ചോദ്യം. ഹൗ മെനി ഇലക്ട്രോൺസ് കമ്പൈൻ ടു ഫോം 1 കൂളം. ഞാൻ ഒരു ഇക്വേഷൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ചാർജ് ഇസ് ഈക്വൽ ടു NE. Charge is equal to NE. We want how many electrons, so we have to find N. അപ്പൊ N കിട്ടണമെങ്കിൽ ഈ ന്റെ വാല്യൂ 1.6 into 10 raised to minus 19 ആണ്. And take this value to that side, 1 by 1.6 into 10 raised to minus 19. That will give 6.25 into 10 raised to 18. അപ്പൊ ഇത്രയും ഇലക്ട്രോൺസ് കമ്പൈൻ ടു ഫോം 1 column. റെഡി ആയോ? ഓക്കെ ഓക്കെ വരുന്നില്ലല്ലോ. യെസ്, ഓക്കെ സാർ, ഓക്കെ. കാർത്തി, പിന്നെ നീ വരട്ടെ. ഓക്കെ ഓക്കെ ഫൈൻ. ഓക്കെ ഓക്കെ ഇനിയും വരട്ടെ. 45 പാർട്ടിസിപ്പൻസ് ഉണ്ടല്ലോ. ഓക്കെ ഇത് ഓക്കെ ഫൈൻ. ഇതിൽ ഏതെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മാർക്ക് ചെയ്ത് വെച്ചോ. ലാസ്റ്റ് 5 minutes നമുക്ക് റെഡി ആക്കാം. ഓക്കെ ഓക്കെ ഫൈൻ മക്കളെ. ഞാൻ അടുത്തതിലേക്ക് പോട്ടെ മക്കളെ. ഇതാണ് ബേസിക് കേട്ടോ, ചാർജിന്റെ ബേസിക്. സോ കീപ് ദാറ്റ് ഇൻ യുവർ മൈൻഡ്. ഈ ഒരു ഇക്വേഷൻ ഓർത്ത് വെക്കാം. Q ഈസ് ഈക്വൽ ടു NE. Q എന്ന് വെച്ചാൽ ടോട്ടൽ ചാർജ്, N നമ്പർ ഓഫ് ഇലക്ട്രോൺ, E ചാർജ് ഓഫ് ആൻ ഇലക്ട്രോൺ. ഇതാണ് ടോട്ടൽ ചാർജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഓക്കെ, ഞാനൊരു കാര്യം പറയാം. ഇപ്പൊ ഒരു കണ്ടക്ടർ കൺസിഡർ ചെയ്യാം. ക്ലിയർ? ഈ കണ്ടക്ടറിന്റെ ഉള്ളിൽ കുറെ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവും. പറയണ മക്കളെ, ഇതിന്റെ ഉള്ളിൽ കുറെ എന്തുണ്ടാവും? ഫ്രീ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവും. ഈ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യണം. ദിസ് ഇലക്ട്രോൺ ഹാസ് ടു ഫ്ലോ. ഇത് ഫ്ലോ ചെയ്യണം, ഈ ഇലക്ട്രോൺ ഫ്ലോ ചെയ്യണം. ഈ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഫ്ലോ ഓഫ് ചാർജസ് ഇസ് വാട്ട് വി കോൾ ഇലക്ട്രിക് കറന്റ്. ക്ലിയർ? സോ ഇലക്ട്രിക് കറന്റ് ഇസ് നത്തിങ് ബട്ട് ഇറ്റ്സ് എ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ചാർജസ്. ക്ലിയർ? സോ ഇലക്ട്രിക് കറന്റ് ഇസ് ഫ്ലോ ഓഫ് ചാർജസ്. നിൽക്കുന്ന ഇലക്ട്രോൺ കറന്റ് ഉണ്ടാക്കില്ല, ആ ഇലക്ട്രോൺ ഫ്ലോ ചെയ്യണം. ആ ഇലക്ട്രോൺ എന്ത് ചെയ്യണം? എവിടെ ചാറ്റ് ബോക്സ്. ഫ്ലോ ചെയ്യണം. കാർത്തി പറഞ്ഞു. വേറെ ബാക്കിയുള്ളവരൊക്കെ എന്താടാ പറഞ്ഞോ? ഫ്ലോ ചെയ്യണം. യെസ്, ഫ്ലോ ചെയ്യണം. സോ നത്തിങ് ബട്ട് വി ഹാവ് എൻ ഇക്വേഷൻ ഫോർ ഇലക്ട്രിക് കറന്റ്. ഇലക്ട്രിക് കറന്റ് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ I ആണ് കേട്ടോ. ഓക്കെ ഐ എന്ന് വെച്ചാൽ ഇലക്ട്രിക് കറന്റ് ആണ്. ഇലക്ട്രിക് കറന്റിന്റെ ഇക്വേഷൻ Q/T, where Q is charge, T is time. Q/T നമ്മൾ ഓൾറെഡി പഠിപ്പിച്ചിട്ടുണ്ട്. Q എന്ന് വെച്ചാൽ NE ആണെന്ന് അല്ലേ? Q is equal to NE എന്ന് ഞാൻ പഠിപ്പിച്ചത് ഓർമ്മല്ലേ? ഓർമ്മ ഉണ്ട്. വെരി ഗുഡ്. ഓക്കെ, ആ NE കൊണ്ടുവന്ന് നമുക്ക് ഇവിടെ കൊടുക്കാം. യെസ്, Qക്ക് പകരം NE/T. കറന്റ് നമുക്ക് ഇങ്ങനെയും എഴുതാം. Q/T ആണെങ്കിലും ഓക്കെ ആണ്, NE/T ആണെങ്കിലും ഓക്കെ ആണ്. റെഡി അല്ലേ? സോ കറന്റിന്റെ ഇക്വേഷൻ എല്ലാരും ഒന്ന് ഇന്ററാക്ട് ഇരിക്കല്ലേ? പറഞ്ഞോ. ചാറ്റ് ബോക്സ് നിങ്ങൾക്ക് വൈഡ് ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഓക്കെ യെസ്, ഇഫ്സ വെരി ഗുഡ്. ഓക്കെ വരട്ടെ. നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ ആ ചാറ്റ് ബോക്സ് വെച്ചിരിക്കുന്നത്. ഓക്കെ, യൂസ് ചെയ്യാം. നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാം, ഒരു ഇഷ്യൂസും ഇല്ല കേട്ടോ. ഞാൻ നോക്കിക്കോളാം. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ട് റെഡിയാക്കി തരും. ഓക്കെ ഫൈൻ മക്കളെ. അപ്പൊ I is equal to NE/T ആണ് കേട്ടോ. അപ്പൊ കറന്റ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ യു ക്യാൻ യൂസ് ഐദർ Q/T അല്ലെങ്കിൽ NE/T. ഏതാണോ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യുമ്പോൾ ഞാൻ ഇക്വേഷൻ യൂസ് ചെയ്ത് തരാം. ഓക്കെ ഫൈൻ. ഓക്കെ, അപ്പൊ I is equal to NE/T. പിന്നെ നിങ്ങൾ ചോദിക്കും, സാർ കറന്റ് നമ്മൾ എങ്ങനെ മെഷർ ചെയ്യും സാർ? അങ്ങനെ ചോദ്യം ഉണ്ടോ? കറന്റ് നമ്മൾ എങ്ങനെ മെഷർ ചെയ്യും? ആരെടുത്തും ഇല്ല. എന്നാ പിന്നെ ഞാൻ തന്നെ ചോദിക്കാൻ, ഞാൻ തന്നെ ഉത്തരം പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ കറന്റ് മെഷർ ചെയ്യണം അല്ലേ? കറന്റ് മെഷർ ചെയ്യുന്നതിന് മുമ്പ് കറന്റ് മെഷർ ചെയ്യാൻ നമുക്കൊരു യൂണിറ്റ് വേണം. ഡിവൈസ് അവിടെ നിൽക്കട്ടെ, ആദ്യം യൂണിറ്റ് പഠിപ്പിച്ചു തരാം. കറന്റ് മെഷർ ചെയ്യാനുള്ള യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ആംപിയർ ആണ് യൂസ് ചെയ്യുക. ഏതാ യൂസ് ചെയ്യുക? ആംപിയർ. ആംപിയർ ഇസ് എ യൂണിറ്റ് ഫോർ കറന്റ്. ഇലക്ട്രിക് കറന്റിന്റെ യൂണിറ്റ് ആംപിയർ ആണ്. ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ A ആണ്. ക്ലിയർ? യൂണിറ്റ് ആണ് ഞാൻ പറഞ്ഞത്. കറന്റ് മെഷർ ചെയ്യാനുള്ള യൂണിറ്റ് ആംപിയർ ആണ്. അതിന്റെ ഡിവൈസ് അമ്മീറ്റർ ആണ്. അതായിട്ടില്ല, ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, ആംപിയർ ആണ്. ഓക്കെ, ഐ വോണ്ട് ടു ആസ്ക് വൺ മോർ ക്വസ്റ്റ്യൻ. നമുക്കറിയാം വാട്ട് ഈസ് ദി ഇക്വേഷൻ ഫോർ കറന്റ്? ചാറ്റ് ബോക്സിൽ പറഞ്ഞ എല്ലാവരും വാട്ട് ഈസ് ദി ഇക്വേഷൻ ഫോർ കറന്റ്? ഞാനിത് മായ്ച്ചെന്ന് വിചാരിച്ചു. ഓക്കെ,
ഇത് മായ്ക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് എത്ര പേർക്ക് ഓർമ്മ ഉണ്ടെന്ന് നോക്കട്ടെ. ക്ലിയർ മൈ ഡ്രോയിങ്സ്. ഓക്കെ ഫൈൻ. ആ പറഞ്ഞോടാ. ആ അപ്പൊ എല്ലാരും കേൾക്കുന്നുണ്ടല്ലേ? ഓക്കെ ഫൈൻ, പറഞ്ഞോ. ആ Q/T ഇനിയും വരട്ടെ. ആ Q/T. ഓക്കെ ഓക്കെ ഓക്കെ. എനിക്ക് ഒരു ഒറ്റ ചോദ്യം മാത്രം, ഒറ്റ ചോദ്യം ചോദിക്കട്ടെ. വാട്ട് ഈസ് 1 ആംപിയർ? 1 ആംപിയർ എന്താന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ എഴുതാ? 1 ആംപിയർ ഏറ്റവും സിമ്പിൾ വേർഡിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ബോക്സിൽ എഴുതാം, ചാറ്റ് ബോക്സിൽ. മക്കളെ ഇന്ന് ഞാൻ ഇങ്ങനെ ബേസിക് ആട്ടോ പറയാം. നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ മെല്ലെ അങ്ങോട്ട് ഇതിന്റെ കൂട്ടും കേട്ടോ, മീൻസ് ലെവൽ കൂട്ടും. ഓക്കെ, എന്നാ ഞാൻ പറയാം കേട്ടോ. ഓക്കെ, നമുക്കറിയാം I is equal to Q/T. ജസ്റ്റ് പഠിച്ചതേ ഉള്ളൂ അല്ലേ? അതെ, ഓക്കെ. അപ്പൊ I is equal to Q/T. 1 എപ്പോഴാ കിട്ടാന്ന് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ചാർജ് 1 കൂളും ചാർജ്. ക്ലിയർ? ഒരു കണ്ടക്ടറിൽ 1 കൂളും ഓഫ് ചാർജ് 1 സെക്കൻഡ് ഫ്ലോ ചെയ്യുമ്പോൾ, ഒരു കണ്ടക്ടറിൽ 1 കൂളും ഓഫ് ചാർജ് 1 സെക്കൻഡ്, അതായത് പെർ സെക്കൻഡ് ഫ്ലോ ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവുന്ന കറന്റ് 1 ആംപിയർ ആയിരിക്കും. ക്ലിയർ? കാരണം എന്താ? 1/1 ഒക്കെ സിമ്പിൾ കാര്യങ്ങളല്ലേ? ഓക്കെ, അപ്പൊ 1 കൂളും പെർ 1 സെക്കൻഡ് ഗിവ്സ് 1 ആംപിയർ. ഇങ്ങനെയാണ് 1 ആംപിയർ ഉണ്ടാവുന്നത്. ക്ലിയർ? അപ്പൊ നിങ്ങൾ അടുത്ത ഡൗട്ട് വരും, സാർ ഹൗ ടു മെഷർ ഇലക്ട്രിക് കറന്റ്? സാർ ഇലക്ട്രിക് കറന്റ് മെഷർ ചെയ്യാനുള്ള ഡിവൈസ് ഉണ്ട്. ആ ഡിവൈസിനെ വിളിക്കുന്ന പേരാണ് അമ്മീറ്റർ എന്നാണ് പറയാ. അമ്മീറ്റർ, ആംപിയറിന്റെ അങ്ങനെ ഓർക്കാം. ക്ലിയർ? അമ്മീറ്റർ. വെരി ഗുഡ്. അപ്പൊ എന്നോട് ആദർശ ചോദിക്കണം. നമുക്ക് ആദർശനെ തന്നെ വിളിക്കാം. ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, ഇവിടെ പോയി. ക്ലിയർ? ഓക്കെ, പറയട്ടെ. ഇതൊരു ചെറിയ ചോദ്യം. ഇതൊരു കണ്ടക്ടർ ഞാൻ എടുത്തു. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് മെനി ഇലക്ട്രോൺസ്. ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ കറണ്ട് കിട്ടോ? ഇലക്ട്രോൺസ് ഉണ്ടായാൽ കറണ്ട് ആവോ? കാർത്തി പറയൂ. റിഫ പറഞ്ഞു. ഓക്കെ, വെരി ഗുഡ്. റിഫ പറഞ്ഞ ശരിയാണ്. ഇലക്ട്രോൺ ഉള്ളത് കൊണ്ട് അവിടെ കറണ്ട് ഉണ്ടാവില്ല. ഇലക്ട്രോൺ ഫ്ലോ ചെയ്യണം. തന്നെ കറക്റ്റ് പോയിന്റ്. ഇലക്ട്രോൺ ഫ്ലോ ചെയ്യണം. ഫ്ലോ ചെയ്താലേ കറണ്ട് ഉണ്ടാവുള്ളൂ, അല്ലേ? അപ്പൊ ഇലക്ട്രോൺ നിന്നാൽ അവിടെ കറണ്ട് ഒന്നും ഉണ്ടാവില്ല. ഇറ്റ് ഹാവ് ടു ഫ്ലോ, അല്ലെ? ഫ്ലോയിങ് ചാർജ് മാത്രമേ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ, അല്ലാണ്ട് സ്റ്റേഷനറി ചാർജിന് കറണ്ട് ഉണ്ടാവില്ല, അല്ലേ? ഓക്കെ, അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കാം. ഇവിടെ ഒരു ഇലക്ട്രോൺ റെഡി ആയിട്ടുണ്ട്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഫ്ലോയിങ്. തന്നാലെ ഫ്ലോ ചെയ്യോ? ഒരു ഇലക്ട്രോൺ തന്നാലെ ഫ്ലോ ചെയ്യോ? നെവർ. അതൊരിക്കലും ഫ്ലോ ചെയ്യില്ല. അപ്പൊ ബാക്കിൽ നിന്ന് നമ്മൾ ഒരു വർക്ക് ഡൺ കൊടുക്കണം. ഇറ്റ് മീൻസ് വി ഹാവ് ടു ഗിവ് സം വർക്ക് ഡൺ ടു മൂവ് എ ചാർജ്, അല്ലെ? എന്തെങ്കിലും ഒരു വർക്ക് ഡൺ ചെയ്താലല്ലേ, ഒരു പുഷോ എന്തെങ്കിലും കൊടുത്താലല്ല ഇലക്ട്രോൺ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ, സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ പറയാം. 2 പാത്രത്തിൽ ഒരേ ലെവലിൽ വെള്ളം വെച്ചു. ഞാൻ പറയുന്നത് മനസ്സിലാവുണ്ടോ? എസ് 4 S 5. എവിടെ? ബാക്കി എവിടെ? 6. ഞാൻ കാണുന്നുണ്ടോ? നിങ്ങൾ ചാറ്റ് ബോക്സ് ഞാൻ നോക്കുന്നുണ്ട്. എന്നാ ഓക്കെ ഫൈൻ, വെരി ഗുഡ്. ഓക്കെ, പെർഫെക്റ്റ്. ഓക്കെ, എന്നാ ഞാൻ പറയാം കേട്ടോ. ഇവിടെ നോക്ക്. ഒരു പാത്രത്തിൽ രണ്ടും ഒരേ ലെവലിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഓക്കെ, ഒരേ ലെവലിൽ വെള്ളം വെച്ചാൽ ഫ്ലോ ചെയ്യും അത്? ഇത് എവിടുന്ന് എങ്ങോട്ടാ ഫ്ലോ ചെയ്യുക? ഒരേ ലെവലാണ്. ദ ലെവൽ ഓഫ് വാട്ടർ ഇസ് സെയിം. ഫ്രം വേർ ടു വേർ ഇറ്റ് വിൽ ഫ്ലോ? ഫ്രം ഹിയർ ടു ഹിയർ ഓർ ഹിയർ ടു ദർ? വേർ? they will not flow anywhere. എങ്ങോട്ടും ഫ്ലോ ചെയ്യില്ല. ബിക്കോസ് രണ്ടിന്റെ ലെവൽ, ദ പൊട്ടൻഷ്യൽ ഇസ് സെയിം, അല്ലേ? നോ ഫ്ലോ. വെരി ഗുഡ്. ഓക്കെ, അങ്ങനെ ഫ്ലോ ചെയ്യണമെങ്കിൽ അറ്റ്ലീസ്റ്റ് വി ഹാവ് ടു മേക്ക് സം ചേഞ്ചസ് ഇൻ ദ ലെവൽ ഓഫ് വാട്ടർ ടു, അല്ലെ? either we have to increase this water or else this, അല്ലെ? ഇതിൽ എന്തെങ്കിലും ഒന്നിന് ഞാൻ ചേഞ്ച് വരുത്തണം. ഞാൻ ഒരു കാര്യം ചെയ്തു, ഇതിന്റെ വാട്ടർ കൂട്ടി, ഇതിന്റെ ഫ്ലോ കുറച്ചു. ഇറ്റ് മീൻസ് ഇതിന്റെ ക്വാണ്ടിറ്റി കുറച്ചു. അപ്പൊ വാട്ടർ ഫ്ലോ ചെയ്യില്ല ഫ്രം ഹൈ ടു ലോ? യെസ് ഓർ നോ? എക്സാക്ട്ലി കറക്റ്റ്. അതേപോലെ തന്നെയാണ് ചാർജ് ഫ്ലോ ചെയ്യണമെങ്കിൽ വി ഹാവ് ടു പുട്ട് സം ഡിഫറൻസ് ഇൻ പൊട്ടൻഷ്യൽ. ക്ലിയർ? അങ്ങനെ പൊട്ടൻഷ്യൽ ഒരു ഡിഫറൻസ് വന്നാൽ മാത്രമേ, ലൈക്ക് വാട്ടർ ഫ്ലോ ഹൈറ്റ് ഡിഫറൻസ് വരുന്ന പോലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വന്നാൽ മാത്രമേ ചാർജ് വിൽ ഫ്ലോ. ക്ലിയർ? എവിടെ? ഓക്കെ, ആ ഡിഫറൻസ് വന്നാൽ മാത്രമേ ചാർജ് ഫ്ലോ ചെയ്യില്ല. ആ ഡിഫറൻസ് കൊടുക്കാണ്ട് ചാർജിന് ഹൗ കുഡ് ഇറ്റ് ഫ്ലോ, അല്ലെ? അത് ഫ്ലോ ചെയ്യില്ല. അത് ഇങ്ങനെ തന്നെ നിൽക്കും. നമുക്കൊരു ഡിഫറൻസ് ഉണ്ടാക്കി കൊടുക്കണം. ക്ലിയർ? അപ്പൊ യു മേ ആസ്ക്, ആ ഡിഫറൻസ് ഹൗ ക്യാൻ വി മേക്ക് ദ ഡിഫറൻസ്? സർ ചോദിക്കടാ, ആരെങ്കിലും ചോദിക്കടാ. ഹൗ ക്യാൻ വി മേക്ക് ദ ഡിഫറൻസ്? ഒന്നും ചെയ്യണ്ട. ആ കണ്ടക്ടർ നമ്മൾ ഒരു സെല്ലായിട്ട് കണക്ട് ചെയ്യാം. വി ഹാവ് ടു കണക്ട്. പറയടാ.
ഹൗ ക്യാൻ അടിപൊളി വെരി ഗുഡ് ഓക്കെ അങ്ങനെ ലൈവ് ആവും കേട്ടോ ഓക്കെ നമുക്ക് എന്ത് ചെയ്യാം ഒരു സെല്ലൊക്കെ ആയിട്ട് കണക്ട് ചെയ്യാം അപ്പൊ യു മേ ആ സെല്ലായിട്ട് കണക്ട് ചെയ്താൽ എങ്ങനെയാ സാർ ഫ്ലോ ചെയ്യുക ഇതിന് ഈ സെല്ലിന്റെ ബിഗർ ലെഗ് ഇല്ലേ ഇത് നമ്മൾ പോസിറ്റീവ് ടെർമിനൽ എന്നാണ് പറയാം ഈ സ്മോളർ ലെഗിന് എന്താ പറയാ നെഗറ്റീവ് ടെർമിനൽ എന്നാണ് പറയാ അല്ലടാ അതെ യെസ് അപ്പൊ പോസിറ്റീവ് ടെർമിനലിന്റെ പൊട്ടൻഷ്യലും നെഗറ്റീവ് പൊട്ടൻഷ്യലും ഡിഫറന്റ് ആണ് ആ ഡിഫറൻസ് ഉണ്ടാക്കും ആ ഡിഫറൻസ് ആണ് ഈ സർക്യൂട്ടിലൂടെ കറണ്ട് പോവാൻ സഹായിക്കുന്നത് മീൻസ് ഇലക്ട്രോൺ ഫ്ലോ ചെയ്യാൻ സഹായിക്കുന്നത് ക്ലിയർ ക്ലിയർ ഓക്കെ അതേപോലെ വരട്ടെ അതൊരു അങ്ങനെ തന്നെ ചാറ്റ് ബോക്സ് പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യാം ഞാൻ ഇവിടുത്തെ കാണുന്നുണ്ട് ഓക്കെ യെസ് അപ്പൊ ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുള്ളൂ ആ ഡിഫറൻസ് കൊടുത്തിട്ടില്ലെങ്കിൽ ഇലക്ട്രോൺ ഫ്ലോ ചെയ്യാൻ ആഗ്രഹമുണ്ട് ബട്ട് ആരും തന്നെ അത് ക്രിസ്റ്റൽ ക്ലിയർ ഓക്കെ താങ്ക് യു ഓക്കെ അപ്പൊ ആ ഡിഫറൻസ് നമ്മൾ ഉണ്ടാക്കി കൊടുത്താൽ മാത്രമേ ഇലക്ട്രോൺ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഫ്ലോ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ നിങ്ങൾ വിചാരിച്ചു സാർ പൊട്ടൻഷ്യൽ ഡിഫറൻസ് റെഡി ആയി സാർ ഓക്കെ ബട്ട് നിങ്ങൾ ചോദിക്കും സാർ നമുക്കൊരു ഡെഫിനിഷൻ എങ്ങനെ അതിന് ക്രിയേറ്റ് ചെയ്യാം നമുക്കൊരു ഡെഫിനിഷൻ ക്രിയേറ്റ് ചെയ്താലോ അതന്നെ വരട്ടെ ആയിഷ റിഫ യെസ് പറഞ്ഞു പിന്നെ വേറെ ആരെങ്കിലും ഉണ്ടോ ഓക്കെ യെസ് അപ്പൊ ഒരു ഡെഫിനിഷൻ ഞാൻ റെഡിയാക്കി തരാം നിങ്ങൾക്ക് വേണ്ടി ഇതാ ഒരു ഡെഫിനിഷൻ ഓക്കെ ഓക്കെ യാ ഫൈൻ അടിപൊളി നിങ്ങൾ പറയണം കേട്ടോ എനിക്കിങ്ങനെ നിങ്ങളെ കൂടി റെസ്പോണ്ട് കിട്ടിയാലേ പറയാൻ പറ്റുള്ളൂ ഓക്കെ യെസ് പറയട്ടെ ദിസ് ഇസ് ആൻ ഇലക്ട്രോൺ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ വി ആണ് വേണ്ട ഫുൾ ആയിട്ട് ഞാൻ എഴുതിക്കോളാം ഓക്കെ യെസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് പറയട്ടെടാ മക്കളെ ഇതൊരു ഇലക്ട്രോൺ ആണ് ഇറ്റ് ഈസ് ദി വർക്ക് ഡൺ ടു മൂവ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് ദി വർക്ക് ഡൺ ടു മൂവ് എ ചാർജ് ഫ്രം വൺ പോയിന്റ് ടു അനദർ പോയിന്റ് ഇതാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ എന്ത് definition okay ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്തതാ സോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് ദി വർക്ക് ഡൺ ടു മൂവ് എ ചാർജ് ഒരു ചാർജ് മൂവ് ചെയ്യാനുള്ള വർക്ക് ഡൺ ആണ് എന്ത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഗോട്ട് ഇറ്റ് യെസ് ഓക്കെ ഇനിയും വരട്ടെ ഞാൻ ഹാപ്പി അല്ല വരണം ഇനിയും വരണം ഓക്കെ ഫൈൻ അടിപൊളി ഓക്കെ യെസ് സോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇസ് നത്തിങ് ബട്ട് വർക്ക് ഡൺ ടു മൂവ് എ ചാർജ് മക്കളെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ ചാർജ് ഫ്ലോ ചെയ്യും ക്ലിയർ ആവുണ്ടോ ഓക്കെ അപ്പൊ നിങ്ങൾ ചോദിക്കുക സാർ ഇതിന് യൂണിറ്റ് ഒന്നും ഇല്ലേ യെസ് വി ഹാവ് യൂണിറ്റ് ഫോർ പൊട്ടൻഷ്യൽ ഡിഫറൻസ് പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ യൂണിറ്റ് വോൾട്ട് ആണ് ദാറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ലെറ്റർ വി ഒറ്റ മിനിറ്റ് എന്തോ ഓക്കെ പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ യൂണിറ്റ് ഇസ് ഒന്നും കൂടെ പറഞ്ഞുതരാം ഓക്കെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇസ് നത്തിങ് ബട്ട് വർക്ക് ഡൺ ടു മൂവ് എ ചാർജ് അതാണ് ഡെഫിനിഷൻ അതിന്റെ യൂണിറ്റ് എന്താന്ന് ചോദിച്ചാൽ വോൾട്ട് ആണ് വോൾട്ട് ഓക്കെ അപ്പൊ യു മേ ഹാവ് ഡൗട്ട് സാർ 1 വോൾട്ട് എന്ന് വെച്ചാൽ എത്രയായിരിക്കും അല്ലെ ഉണ്ടാവില്ല കാരണം 1 ആംപിയർ പറഞ്ഞ പോലെ നമുക്ക് 1 വോൾട്ടും പറയണ്ടേ വേണ്ടേ വേണം കറക്റ്റ് ആണ് വേണം ഒന്നും ചെയ്യണ്ട ഞാൻ പറഞ്ഞുതരാം 1 joule of work is done on 1 coulomb of charge. Once again, 1 joule of work is done on then 1 joule of work 1 coulomb of charge നെ മുകളിൽ ചെയ്തു കഴിഞ്ഞാൽ we will get 1 volt potential difference. Got it? യെസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അത് തന്നെ ഓക്കെ സാർ ഇലക്ട്രിക് പൊട്ടൻഷ്യലും പൊട്ടൻഷ്യൽ ഡിഫറൻസും തമ്മിലുള്ള ഡിഫറൻസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് വെച്ചാൽ 2 പോയിന്റ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയാം 2 പോയിന്റ് കൺസിഡർ ഒരു ഒറ്റ ചോദ്യത്തിന് റിഫക്ക് വേണ്ടിയുള്ള ഒരു ആൻസർ ആണ് ഒരു പോയിന്റിൽ ഒരു പൊട്ടൻഷ്യൽ ഉണ്ട് വേറൊരു പോയിന്റിൽ വേറൊരു പൊട്ടൻഷ്യൽ ഉണ്ട് ആ 2 പൊട്ടൻഷ്യൽ തമ്മിലുള്ള ഡിഫറൻസ് ആണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഫോർ എക്സാമ്പിൾ ഈ കുറച്ച് വെള്ളം ഞാൻ കുറച്ച് ഹൈറ്റിൽ വെച്ചു കുറച്ച് വെള്ളം ഞാൻ താഴെയും വെച്ചു അല്ലെ മുകളിൽ വെച്ച വെള്ളത്തിന് ഒരു പൊട്ടൻഷ്യൽ ഉണ്ട് താഴെ വെച്ച വെള്ളത്തിന് വേറൊരു പൊട്ടൻഷ്യൽ ഉണ്ട് ആ 2 പൊട്ടൻഷ്യൽ തമ്മിൽ എത്ര ഡിഫറൻസ് ഉണ്ടോ ദാറ്റ് ഈസ് വാട്ട് വി കോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓക്കെ ഫൈൻ യാ അടിപൊളി ഓക്കെ ഫൈൻ അപ്പൊ 1 വോൾട്ട് ഈസ് ഈക്വൽ ടു 1 ജൂൾ പെർ 1 കൂളം പിന്നെ കുറച്ച് വർഷം മുന്നേ ഒരു ഐ തിങ്ക് 2-3 ഇയേഴ്സ് ബാക്ക് ഒരു ചോദ്യം ചോദിച്ചിരുന്നു ഓക്കെ ആ ചോദ്യം എത്ര മാത്രമേ ഉള്ളൂ ജൂൾ പെർ കൂളം
ജൂൾ പെർ കൂളം അല്ലെങ്കിൽ JC ഇൻവേഴ്സ് ഇൻവേഴ്സ് എന്ന് വെച്ചാൽ മുകളിൽ പോയിട്ടാട്ടോ. ഇത് എന്തിന്റെ യൂണിറ്റ് ആണെന്ന് ചോദിച്ചിരുന്നു. ഇപ്പൊ കുട്ടികൾ ആകെ കൺഫ്യൂഷൻ, ഇങ്ങനത്തെ ഒരു സാധനം ഇതുവരെ പഠിച്ചിട്ടില്ലല്ലോ സാർ, അത് എന്തിന്റെ യൂണിറ്റ് ആണ്? ദാറ്റ് ഈസ് നത്തിങ് ബാറ്റ് പൊട്ടാൻഷ്യൽ ഡിഫറൻസിന്റെ യൂണിറ്റ് ആണ്. കാരണം 1 ജൂൾ പെർ 1 കൂളം വോൾട്ട് ആണല്ലോ. വോൾട്ട് എന്ത് ക്വാണ്ടിറ്റി ആണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. ഓക്കെ സാർ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്തു തരാം. ഞാനിതിൽ ലാപ്ടോപ്പിൽ എന്റെ കയ്യിലില്ല, ബട്ട് ക്വസ്റ്റ്യൻസ് എനിക്കറിയാം. ഓക്കെ, അത് ഞാൻ ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസ് ഇൻ ബിറ്റ്വീൻ ചെയ്തു തരും. ഓക്കെ, ഞാൻ ചെയ്യും, എല്ലാം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, കാരണം ഇത് ലാപ്പിലില്ല, ഫോണിലാണല്ലോ, ഫോൺ എടുത്ത് കാണിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ എന്തായാലും ഞാൻ പറയാം, ഇതിന്റെ കൂടെ തന്നെ അങ്ങനെ പറഞ്ഞു പോവാം. ഓക്കെ, 1 ജൂൾ പെർ 1 കൂളം എന്തിന്റെ യൂണിറ്റ് ആണെന്ന് ചോദിച്ചിരുന്നു കേട്ടോ. അപ്പൊ അതിന്റെ ആൻസർ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്നാണ് പറയാ. ക്ലിയർ? അതേപോലെ യെസ്, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ ആദർശ്. ഓക്കെ, പിന്നെ വേറൊരു ചോദ്യം കൂടി ഉണ്ടായിരുന്നു, അതും പറയട്ടെ. ക്ലിയർ? അത് ടെക്സ്റ്റ് ബുക്കിൽ എക്സസൈസ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ട് ഇലക്ട്രിക് സർക്യൂട്ട് എന്താ പറഞ്ഞ ഡയഗ്രാം ഇല്ലേ, ഒരു ടോപ്പിക് ഇല്ല, അതിന്റെ മുകളിൽ ഒരു 3 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അതിലൊരു മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, അത് ഞാൻ പറഞ്ഞു തരാം. ഇത് മായ്ച്ചോട്ടെ. ഓക്കെ ഫൈൻ. ഓക്കെ, പിന്നെ ഐ വോണ്ട് ടു ആസ്ക് വൺ മോർ ക്വസ്റ്റ്യൻ കേട്ടോ. പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ യൂണിറ്റ് എന്താ? W/Q. W/Q. ഓക്കെ, ഇതൊന്ന് മനസ്സിൽ വെക്കുക. ആ ചോദ്യം എന്താന്ന് ഞാൻ പറഞ്ഞുതരാം, പറയട്ടെ. 6 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ്, വൺസ് അഗൈൻ 6 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് 1 കൂളം ചാർജിലേക്ക് അപ്ലൈ ചെയ്താൽ, 6 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് 1 കൂളം ചാർജിലേക്ക് അപ്ലൈ ചെയ്താൽ ഹൗ മച്ച് എനർജി ആയിരിക്കും കിട്ടുന്നുണ്ടാവുക? എത്ര എനർജി പ്രൊഡ്യൂസ് ചെയ്യുമെന്നാണ് ചോദ്യം. ചോദ്യം മനസ്സിലായോ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 6 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് 1 കൂളം ചാർജിലേക്ക് അപ്ലൈ ചെയ്താൽ അവിടെ എത്ര എനർജി ഉണ്ടാവും? ഓക്കെ, ഒരുപാട് പേര് 6 തന്നിട്ടുണ്ട്. അത് എങ്ങനെയാണെന്നും കൂടി ഒരു ലോജിക്ക് ഞാൻ പഠിപ്പിച്ചു തരാം. V = W/Q ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതാ ഇവിടെ ഉണ്ടല്ലോ, ഇല്ലേ? ഓക്കെ ഫൈൻ. ഇനി ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഈ ക്യൂനെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ QV = W. W is work. Work can also called energy. Work നമുക്ക് എനർജി ആയിട്ട് കൺവേർട്ട് ആവും എന്നുള്ളത് 9th പഠിച്ചിട്ടുണ്ടാവും അല്ലെ? അപ്പോ ഈ വർക്ക് ഡൺ ക്യാൻ ഓൾസോ ബി റിട്ടൺ ആസ് എനർജി. അപ്പൊ എനർജി ഈസ് ഈക്വൽ ടു QV. എനർജി ഈസ് ഈക്വൽ ടു QV. ഇവിടെ Q, അടിപൊളി. Q എത്ര കൂളം ചാർജ് ആണ്? 1. ആസ് പെർ ദ ക്വസ്റ്റ്യൻ ദാറ്റ് ഈസ് 1 കൂളം, റൈറ്റ്? Okay, as per the question, it is 1 coulomb, and they already given the value is 6. So 1 into 6, answer will be 6 joule. കാരണം എനർജിന്റെ യൂണിറ്റ് ജൂൾ ആണ്. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ, ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഒന്ന് ഓർത്ത് വെക്കുകയോ ചെയ്താൽ മതി. ഇതുവരെ എടുത്തത് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് ഞാൻ ചിന്തിക്കുന്നു. If yes, write yes on chat box. Clear? Okay. Yes. യെസ് 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 യെസ്. ഓക്കെ, എന്നാ പിന്നെ ഞാൻ അടുത്ത ടോപ്പിക്ക് പോകുന്നുണ്ടേ. ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ, ചാറ്റ് ബോക്സ് പറഞ്ഞാൽ മതി. ചാറ്റ് ബോക്സ് ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, അടുത്ത പറയട്ടാ മക്കളെ, ഇവിടെ നോക്കടാ. ഞാൻ ഒന്നും കൂടി നമുക്ക് റീക്യാപ്പ് ചെയ്യാം. കാരണം ബേസിസ് റെഡി ആയാൽ തന്നെ കുറെ ക്വസ്റ്റ്യൻസിന്റെ ഐഡിയ കിട്ടും. നമുക്ക് അതാണല്ലോ വേണ്ടത്. കാരണം ഭാവിയിലൊക്കെ നിങ്ങൾ എൻട്രൻസ് ഒക്കെ നോക്കുന്ന പിള്ളേരാണ് മിക്കവാറും. ഐ ഡോണ്ട് നോ, മോസ്റ്റ് ഓഫ് യു അല്ലെ, ഉണ്ടാവാം, ഇല്ലാത്തവരുണ്ടാവാം. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഒരു കോൺസെപ്റ്റ് പഠിക്കുമ്പോൾ എത്രത്തോളം ബേസിൽ ഇറങ്ങി പഠിക്കാൻ പറ്റുമോ അത്രയും ബേസിലേക്ക് ഇറങ്ങി പഠിക്കാം. ഏറ്റവും കൂടുതൽ എൻട്രൻസ് ക്വാളിഫൈ ചെയ്യുന്നത് ബേസിൽ മുതലേ കറക്റ്റ് പഠിച്ചു വരുന്ന പിള്ളേർക്കാണ്. ഇപ്പൊ ഫ്യൂച്ചറിൽ നിങ്ങളൊക്കെ എൻട്രൻസിന്റെ പിന്നാലെ പോകേണ്ടവരാണ്. എൻട്രൻസ് എഴുതി വലിയ വലിയ എലൈറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കയറേണ്ട മക്കളാണ്. അപ്പൊ എല്ലാവർക്കും ഇപ്പൊ മുതൽ തന്നെ ഒരു സാധനം പഠിക്കുന്ന സമയത്ത് അതിന്റെ ബേസ് നമുക്ക് എത്രത്തോളം താഴേക്ക് പോകാൻ പറ്റുമോ അത്രയും മനസ്സിലാക്കി 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 പഠിക്കുക. ടൈം എടുത്താലും കുഴപ്പമില്ല, കാര്യം മനസ്സിലാക്കി പഠിക്കുക. അപ്പൊ ബ്യൂട്ടിഫുൾ ആയിട്ട് മനസ്സിലായാൽ തന്നെ നമുക്ക് ഒരുപാട് അതിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റും. ചിന്തിക്കുന്നതിനനുസരിച്ച് പുതിയ പുതിയ ഐഡിയാസ് കിട്ടും. പുതിയ പുതിയ ഐഡിയാസ് കിട്ടുമ്പോഴാണ് ഈ ഐസർ പോലത്തെ സ്ഥാപനമൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഈ ഐസർ ഇപ്പം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് എഡ്യൂക്കേഷൻ റിസർച്ച് എന്ന് പറഞ്ഞ സ്ഥാപനമൊക്കെ ഉണ്ട്. ക്ലിയർ? അപ്പൊ കഴിഞ്ഞ വർഷം ബെഞ്ച് മാർക്ക് ഒരു കുട്ടിക്ക് കിട്ടിയിരുന്നു ഐസറിൽ. അപ്പൊ ആ കുട്ടി അത്രയും ശരിക്കും ഒരു റിസർച്ച് മൈൻഡുള്ള കുട്ടി തന്നെയാണ്. എന്ത് കാര്യം കിട്ടിയാൽ നന്നായിട്ട് മനസ്സിലാക്കി ഉൾക്കൊണ്ട് ആ രീതിയിലാണ് പ്രിപ്പയർ ചെയ്യുക. അപ്പൊ നിങ്ങളും അതുപോലെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു മക്കളാവണം. എന്നാൽ ഫ്യൂച്ചറിൽ നിങ്ങൾക്കും ഈ ഐസറും NITയും IITസും അതിലൊക്കെ കയറാലോ. ക്ലിയർ? ഓക്കെ, എന്നാ ഞാൻ പറയുന്നുണ്ടേ.
യെസ്, പറഞ്ഞു വരുന്ന കാര്യം എത്ര മാത്രമേ ഉള്ളൂ. വീണ്ടും വാട്ട് ഈസ് ദിസ്? പോയോ? അത് ഒരാളൊക്കെ പറഞ്ഞാൽ മതി. വാട്ട് ഈസ് ദിസ്? അതാ ഞാൻ ഒരു ഡയഗ്രാം വരച്ചിട്ടുണ്ടടാ. അതന്നെ കണ്ടക്ടർ. കണ്ടക്ടറിന്റെ ഉള്ളിൽ ഇലക്ട്രോൺസ് ഉണ്ട്. ഇലക്ട്രോൺസിന്റെ ഫ്ലോ ഇസ് വാട്ട് വി കോൾഡ് ഇലക്ട്രിക് കറന്റ്. ഫ്ലോ ചെയ്യണമെങ്കിൽ വർക്ക് ഡൺ കൊടുക്കണം. ദാറ്റ് ഇസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലേ? യെസ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ്. വിത്തൗട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്തായാലും അവിടെ കറണ്ട് ഉണ്ടാവാൻ ചാൻസ് ഇല്ല അല്ലേ? ആ കറക്റ്റ് ആണ്. യെസ്. അപ്പൊ ഞാൻ പറയാൻ പോകുന്നത് ഈ ഫിസിക്സിൽ തന്നെ ഇലക്ട്രിസിറ്റിയിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ലോ ആണ് ഓംസ് ലോ എന്നാ പറയാം. ഓംസ് ലോ അത് നിങ്ങൾക്കൊക്കെ അറിയുന്ന ലോ ആണ് കേട്ടോ. അത് ശരിക്കും അതിന്റെ ലോജിക്കലി നമുക്ക് അതിനെങ്ങനെ പഠിക്കുക എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മളിപ്പോ എന്തായാലും ഈ ബൈഹാർട്ടിൽ അങ്ങോട്ട് പഠിച്ചങ്ങോട്ട് തീർത്തിട്ടുണ്ടാവും. ആയിട്ട് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദി, അല്ലേ, അങ്ങനെ പഠിച്ചിട്ടുണ്ടാവും. ശരിക്കും എന്താണ് അതിന്റെ ലോജിക്ക് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, നമുക്ക് സിമ്പിൾ ആയിട്ട് നോക്കാം. ഞാൻ ഒരു കണ്ടക്ടർ എടുത്ത് ആ കണ്ടക്ടറിലേക്ക് സാറ് 1 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുത്ത്. എത്ര കൊടുത്തു? 1 വോൾട്ട്. ഓക്കെ, എത്ര വോൾട്ടടാ? 1 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുത്തു. എനിക്ക് എത്രയോ കുറച്ച് കറണ്ട് കിട്ടി. എത്ര കിട്ടിയെന്ന് ഞാൻ പറയുന്നില്ല, കുറച്ച് കറണ്ട് കിട്ടി. ക്ലിയർ? അതേ കണ്ടക്ടറിലേക്ക് സാറ് ഒരു 10 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുത്തു. അപ്പോഴും കറണ്ട് ഉണ്ടായിട്ടുണ്ട്. ക്ലിയർ? ഓക്കെ, എന്റെ ചോദ്യം എത്ര മാത്രമേ ഉള്ളൂ. 1 വോൾട്ട് കറണ്ട് കൊടുക്കുമ്പോഴാണോ കൂടുതൽ കറണ്ട് ഉണ്ടാവുക? സോറി, 1 വോൾട്ട് പൊട്ടൻഷ്യൽ കൊടുക്കുമ്പോഴാണോ കൂടുതൽ കറണ്ട് ഉണ്ടാവുക? 10 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കുമ്പോഴാണോ കൂടുതൽ കറണ്ട് ഉണ്ടാവുക? സിമ്പിൾ ലോജിക്കിൽ പറഞ്ഞുതരാം. ചെറിയ വെള്ളത്തിന്റെ ഡിഫറൻസിനാണ് കൂടുതൽ ഒഴുക്ക് ഉണ്ടാവുക. വലിയ ഡിഫറൻസിലുള്ള വെള്ളത്തിനാണോ കൂടുതൽ ഒഴുക്ക് ഉണ്ടാവുക? ഒഴുക്ക് ഫ്ലോ മീൻസ് ഇഫ് ദ ഡിഫറൻസ് ഇസ് മോർ ഓർ സ്മോൾ, ഏതിനാണ് കൂടുതൽ, മോർ ഓർ ലെസ്, ഏതിനാണ് കൂടുതൽ ഫ്ലോ ഉണ്ടാവുക? അല്ലെ, കുറച്ചും കൂടെ വലിയ ഡിഫറൻസ് വരുമ്പോഴല്ലേ? അത്രയേ ഉള്ളൂ. സിമ്പിൾ ലോജിക്കാ. അപ്പൊ എത്രത്തോളം പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂടുന്നുണ്ടോ അത്രത്തോളം ഇലക്ട്രിക് കറണ്ട് കൂടിക്കൊണ്ടിരിക്കും. ഗോട്ട് ഇറ്റ്? എത്രത്തോളം പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂടുന്നുണ്ടോ, എത്രത്തോളം ആ ഡിഫറൻസ് കൂട്ടി പോകുന്നുണ്ടോ അത്രത്തോളം ഫ്ലോ കൂടിക്കൊണ്ടിരിക്കും. സോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇലക്ട്രിക് കറന്റ്. ഇത് ഞാൻ പറഞ്ഞതാ നിങ്ങൾ വിചാരിക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞതാണെങ്കിലും ആക്ച്വലി ഇത് ഞാനല്ല പറഞ്ഞത്, ഓം ആണ്. ദാറ്റ്സ് വൈ വി കോൾ ഇറ്റ് ഇസ് ഓംസ് ലോ. ക്ലിയർ ആയോ? അതന്നെ. അല്ല, പോരാ, 2 പേര് 3 കാർത്തി ആയി. ഓക്കെ, വരട്ടെ. ഇനിയും പോരാ. 5 പേര് 6 പേര് എന്തോ ഉള്ളു. ബാക്കി എല്ലാവരും ഇവിടെ പോയി. ഓക്കെ, വരട്ടാ. ഷിഫ വരട്ടെ. അതന്നെ സെറ്റ്. ഓക്കെ, പോരാ, ഇനിയും വരണം. യെസ്, ഓക്കെ, യാ, ഫൈൻ, ക്രിസ്റ്റൽ ക്ലിയർ. ഓക്കെ, ഫൈൻ. അപ്പൊ ഞാൻ എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. മക്കൾ ഇത്ര ഉള്ളടാ, കുഞ്ഞു സാധനടാ. അത് നമുക്ക് നമ്മൾ എന്തൊക്കെയോ പഠിച്ചു വെച്ചിട്ടുണ്ടാവും അല്ലെ? സംഭവം കേൾക്കുമ്പോഴാണ് മനസ്സിലായത് ഇത്ര ഉള്ളൂ എന്നുള്ളത്. അതന്നെയാണ് ഫിസിക്സ്. ക്ലിയർ? സോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദി കണ്ടക്ടർ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറന്റ്. ഓക്കെ, അടിപൊളി. അപ്പൊ എന്നോട് ഇപ്പൊ ഒരു കുട്ടി, ആരെങ്കിലും പേര് ഇപ്പൊ പറയാ? ആദ്യ അനീഷ് അല്ലെ? എന്റെ പ്രൊനൗൺസിയേഷൻ ശരിയാണെന്ന് അറിയില്ല. എന്തായാലും ആദ്യ അനീഷ്. ഓക്കെ സാർ, ഈ പ്രൊപ്പോർഷണൽ സൈൻ സാറിന് ഒഴിവാക്കിയിട്ട് അത് ഇക്വേഷൻ ആക്കിക്കൂടെ? അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാമെന്ന് വിചാരിച്ചോ? അത് ആദ്യക്ക് വേണ്ടി അത് മാറ്റി തരാം. ഈ പ്രൊപ്പോർഷണൽ സൈൻ നമുക്കൊരു ഈക്വൽ ടു ആക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ അടുത്ത ചോദ്യം ചോദിക്കും, അതെങ്ങനെ ആക്കാൻ പറ്റുക? പ്രൊപ്പോർഷണൽ എങ്ങനെ സാറിന് ഈക്വൽ ആക്കാൻ പറ്റുക? അത്രയേ ഉള്ളൂ. റിഫ പറഞ്ഞ കറക്റ്റ് ആണ്. കോൺസ്റ്റന്റിനെ കൊണ്ടുവരണം. യെസ്, കൊണ്ടുവരാം. ഓക്കെ, ഇവിടെ ഞാൻ കോൺസ്റ്റന്റ് ആയിട്ട് കൊണ്ടുവരുന്നുണ്ട്. അത് ആരുമല്ല, റെസിസ്റ്റൻസ് ആണ്. എന്താണ് റെസിസ്റ്റൻസ്? ഹിയർ ആർ ഇസ് റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസ് ഇവിടെ എന്തായിട്ടാണ് എടുക്കുന്ന സാറ്? കോൺസ്റ്റന്റ് ആയിട്ടാണ് എടുക്കുന്നത്. സോ വി ഇസ് ഈക്വൽ ടു IR. അടുത്ത ക്ലാസ്സിൽ മിക്കവാറും നമ്മൾ ഈ റെസിസ്റ്റൻസിന്റെ ഒരു ലോഡ് ക്വസ്റ്റ്യൻസ് ചെയ്യും കേട്ടോ. ഇന്ന് അതിന്റെ കോൺസെപ്റ്റ് ഒക്കെ പറഞ്ഞു തീർത്തിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ നല്ല ക്വസ്റ്റ്യൻസ് ചെയ്യും. Okay, so V is equal to IR, where V is potential difference and I is current and R is resistance. Hope it is clear. R എന്ന് വെച്ചാൽ റെസിസ്റ്റൻസ് ആണ് കേട്ടോ. V is equal to IR. ഇതാണ് ഫേമസ് ഓംസ് ലോ. ഓക്കെ, അപ്പൊ നിങ്ങൾ ചോദിക്കുക അതൊക്കെ ഓക്കെ സാർ, പക്ഷെ സ്കൂളിൽ നമ്മൾ പഠിക്കുന്ന സ്കൂളിലാണെങ്കിലും എവിടെയാണെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ എന്നാണ് തുടങ്ങുന്നത്. വാട്ട് ഇസ് ദ ലോജിക് ബിഹൈൻഡ് ദാറ്റ്? അല്ലേ? അതൊരു ചോദ്യമല്ലേ? എന്തിനാ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ പഠിച്ചു പോകുന്നത്? അതിനും ലോജിക് ഉണ്ട്. ആ ലോജിക് എന്താണെന്നുള്ളത് കുറച്ച് കഴിഞ്ഞ് പറഞ്ഞുതരാം കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ടല്ല, ഇതിന്റെ ഫ്ലോയില് പറഞ്ഞു പോവാം. കുറച്ചും കൂടി സമയം വേണ്ടി വരും, കുറച്ച് കാര്യം പറയാനുണ്ട്. ഓക്കെ അല്ലേ?
യെസ് ഓക്കെ വി ഇസ് ഈക്വൽ ടു ഐ ആർ. ഇതാണ് മക്കളെ ബേസിക് ആയിട്ടുള്ള ഓംസ് ലോ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്നോട് ചോദിക്കും സാർ ഇതിന് ഗ്രാഫോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ സാർ? സാർ ഒരു ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞു തരോ? നിങ്ങൾ പറഞ്ഞതുകൊണ്ട് മാത്രം, ചോദിച്ചതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞു തരാം. നമുക്ക് ഇപ്പുറത്ത് വി, ഇവിടെ ഒരു ഐ, ഒരു 2-3 വാല്യൂസ് വെച്ച് നമുക്കൊരു ഗ്രാഫ് വരയ്ക്കാം കേട്ടോ. ഓക്കെ, 0 ഇവിടെ വോൾട്ടേജ് 0 കൊടുത്തപ്പോ കറണ്ട് 0, വോൾട്ടേജ് ഇൻ വോൾട്ട്, കറണ്ട് ഇൻ ആംപിയർ അല്ലടാ. ഓക്കെ, വോൾട്ടേജ് കുറച്ച് കൂട്ടാൻ ഞാൻ വോൾട്ടേജ് ഞാൻ 1 കൊടുക്കുന്നുണ്ട്, കറണ്ടും ഞാൻ ഒരു 1 തന്നെ ആക്കുന്നുണ്ട്, 1 ആംപിയർ. ക്ലിയർ? വോൾട്ടേജ് ഞാൻ കൂട്ടി 2 വോൾട്ട് ആക്കി, കറണ്ട് ഇസ് ഓൾസോ 2 ആംപിയർ. ഓക്കെ യെസ്. അടുത്തത് വോൾട്ടേജ് 3 ആക്കി, കറണ്ടും 3, വോൾട്ടേജ് 4, കറണ്ടും 4, ബിക്കോസ് ഐ ഓൾറെഡി ടോൾഡ് യു ദാറ്റ് വെൻ കറണ്ട് വോൾട്ടേജ് ഇൻക്രീസസ് കറണ്ട് ഓൾസോ ഇൻക്രീസസ് അല്ലേ? അപ്പോ ഒരു ചെറിയൊരു ഗ്രാഫ് വരച്ചാലോ? വാട്ട് ഈസ് മീൻ ബൈ ഗ്രാഫ്? അതൊന്ന് പറ. ഒന്നല്ല, രണ്ട് കോർഡിനേറ്റ് തമ്മിൽ നമുക്കൊന്ന് റിലേറ്റ് ചെയ്യിപ്പിക്കുക, അത്രേ ഉള്ളൂ. 2 ക്വാണ്ടിറ്റി റിലേറ്റ് ചെയ്യിപ്പിക്കാനാണ് ഗ്രാഫ് ഉപയോഗിക്കുക ബേസിക്കലി അല്ലെ? അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഇവിടെ ഞാൻ വോൾട്ടേജ് കൊടുക്കാം, ഇവിടെ ഞാൻ കറണ്ട് കൊടുക്കാം. ഓക്കെ ഫൈൻ. ഇവിടെ ഞാൻ 2-3 വാല്യൂ 0 1 2 3 4 1 2 3 4 സിമ്പിൾ ആണല്ലേ? 0 0 1 1 2 2 3 3 4 4 ഇതാ വരച്ചു ഒരു വര. ക്ലിയർ? റെഡി അല്ല? ഞാൻ വരച്ച വര ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്തിട്ടുണ്ടോ? ശ്രദ്ധിക്കണേ, സ്ട്രൈറ്റ് ആണ് വര. ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങൾ ചോദിക്കും സാർ അത് ഈ വാല്യൂ ആയതുകൊണ്ടല്ല സാർ ഇങ്ങനെ ഒരു വര വന്നത്, അത് വേറെ എന്തെങ്കിലും വാല്യൂ ആണെങ്കിൽ തെറ്റൂല? അല്ല മക്കളെ, ഈ ഓംസ് ലോ ആണെങ്കിൽ എന്ത് വാല്യൂസ് വന്നാലും ഗ്രാഫിന്റെ ഷേപ്പ് ലീനിയർ ആയിരിക്കും. സോ ദ പോയിന്റ് ഇസ് വി ഐ ഗ്രാഫ് ഓഫ് ഓംസ് ലോ ഇസ് ലീനിയർ. വി ഐ graph of Ohm's law is linear. മക്കളെ ഈ പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്, ലീനിയർ ആയിരിക്കും. റെഡി അല്ലേ? അല്ലേ? അല്ലടാ, വരട്ടെ. ഓക്കെ ഓക്കെ ഫൈൻ ഫൈൻ. ഇനിയും വരട്ടെ, കുറച്ചും കൂടി പേര് പറ. ഓക്കെ, ലീനിയർ ആയിരിക്കും. വണ്ടർഫുൾ, എക്സാക്ട്ലി കറക്റ്റ്. ഓക്കെ ഓക്കെ, അപ്പൊ ലീനിയർ ആയിരിക്കും. അപ്പൊ നിങ്ങൾ ചോദിക്കും സാർ ഈ ഗ്രാഫിന് നമുക്ക് എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമോ? നമുക്കൊന്ന് നോക്കിയാലോ എന്താ കണ്ടുപിടിക്കാൻ പറ്റാന്നുള്ളത്. നോക്കിയാലോ? എടാ, നിങ്ങൾ മാത്സിലൊക്കെ വളരെ കോമൺ ആയിട്ട് പഠിക്കുന്ന ഒരു പേരാണല്ലോ സ്ലോപ്പ് എന്നുള്ളത് അല്ലേ? ചരിവ് എന്ന് പറയും, സ്ലോപ്പ് അല്ലേ? എന്താണ് സ്ലോപ്പ് ആക്ച്വലി? വേണ്ട, അത് നിങ്ങൾക്ക് എന്തായാലും വോയിസ് പറയാൻ പറ്റില്ലല്ലോ അല്ലെ? സ്ലോപ്പ് ഇസ് നത്തിങ് ബട്ട്, സിമ്പിൾ ടേംസിൽ പറയുകയാണെങ്കിൽ y ആക്സിസ് ബൈ x ആക്സിസ് അല്ലേ? അങ്ങനെയല്ലേ പഠിച്ചത്? നമ്മൾ 2 പോയിന്റ് എടുക്കുകയാണെങ്കിൽ y2 മൈനസ് y1 ടു x2 മൈനസ് x2 1 ഒക്കെ എടുക്കും. ഞാൻ ഇവിടെ അതൊന്നും ചെയ്യുന്നില്ല, ഒരൊറ്റ പോയിന്റ് എടുക്കുന്നുണ്ട്. എടുക്കട്ടെ. അപ്പൊ സ്ലോപ്പ് ഇസ് നത്തിങ് ബട്ട് y ബൈ x ആക്സിസ് അല്ലേ? ഇവിടെ y ആക്സിസ് നമുക്ക് വരുന്നത് ഏതാ? v ആണ്. x ആക്സിൽ വരുന്നത് ഏതാ? ഐ ആണ്. അയ്യോ സാർ ഇത് എവിടെ കണ്ടു പരിചയമുണ്ടല്ലോ, വി ബൈ ഐ. എന്തായിരിക്കടാ വി ബൈ ഐ? ജാനിസ് കറക്റ്റ്. ഇനിയും വരട്ടെ. വി ബൈ ഐ. അപ്പൊ നിങ്ങൾ ചോദിക്കും എങ്ങനെയാ സാർ? വി ഇസ് ഈക്വൽ ടു ഐ ആർ, ആർ ഇസ് ഈക്വൽ ടു വി ബൈ ഐ. അതിന്റെ അർത്ഥം വി ബൈ ഐ എന്ന് വെച്ചാൽ ആർ ആണ്. ഇറ്റ് മീൻസ് വി ഐ ഗ്രാഫിന്റെ സ്ലോപ്പ് ഗിവ്സ് റെസിസ്റ്റൻസ്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ്. വി ഐ ഗ്രാഫിന്റെ സ്ലോപ്പ് ഗിവ്സ്, പറഞ്ഞോ, റെസിസ്റ്റൻസ്. അടിപൊളി. ഓക്കെ, റെസിസ്റ്റൻസ് ഇതുവരെ ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ഒരു എസ് എന്നൊന്ന് പറഞ്ഞ് ചാറ്റ് ബോക്സിൽ. എസ് ക്ലിയർ യെസ് ഓക്കെ, യെസ് ആണ്. ഓക്കെ, എന്നാ പിന്നെ ഞാൻ മെല്ലെ അടുത്ത ടോപ്പിക്കിൽ എസ്. ഓക്കെ, ഒരു 20 പേര് 15 പേരോ എന്തോ കിട്ടിയിട്ടുള്ളൂ. ഇനിയും റെസ്പോൺസ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ സാർ ഫത്വീൻ. ഓക്കെ യാ ഓക്കെടാ മക്കളെ, എന്താണ് ഞാൻ വായിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ, ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ അപ്പൊ നിങ്ങൾ ആദ്യം തന്നെ ഒരു ഡൗട്ട് വരും, ഇതെന്താ ഈ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അല്ലെ? ഒരു ഡൗട്ട് അല്ലേ അത്? ഒരു റെസിസ്റ്റൻസ്, എന്താ ഈ റെസിസ്റ്റൻസ്? സിമ്പിൾ ടേമിൽ നിങ്ങൾ പഠിച്ച ഇംഗ്ലീഷ് ബേസ് ചെയ്തിട്ട് പറഞ്ഞാൽ മതി, അല്ലാണ്ട് ലാംഗ്വേജിൽ കോമൺ ആയിട്ട് റെസിസ്റ്റൻസിന്റെ മീനിങ് എന്താ അത് പറഞ്ഞാൽ മതി. ഫിസിക്സിന്റെ റെസിസ്റ്റൻസ് അവിടെ നിൽക്കട്ടെ. എന്തായിരിക്കും? ചാറ്റ് ബോക്സ് ഒന്ന് യൂസ് ചെയ്യാം. ആദ്യ വരട്ടെ, ഇനിയും വരട്ടെ. ഓക്കെ, സിമ്പിൾ ടേമിൽ പറ. സിമ്പിൾ ടേമിൽ പറയടാ.
ബോർഡ് യൂസ് ചെയ്യല്ലേ ഓക്കെ. യെസ്, എന്നാ ഞാൻ പറയട്ടെ. തടസ്സം, ദാറ്റ് ഇസ് എക്സാക്ട് ആൻസർ. ഓക്കെ, ഒന്നല്ലടാ, ഈ ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുന്നില്ല, കറണ്ട് ഇല്ലേ, ഈ കറണ്ടിനെ ഒപ്പോസ് ചെയ്യുക, അതൊരു കണ്ടക്ടറിന്റെ പ്രോപ്പർട്ടി ആണ്. ക്ലിയർ? ഇറ്റ് ഈസ് ദി പ്രോപ്പർട്ടി ഓഫ് കണ്ടക്ടർ ടു ഒപ്പോസ് ഇലക്ട്രിക് കറണ്ട്. ഇലക്ട്രിക് കറണ്ടിനെ ഒപ്പോസ് ചെയ്തുകൊണ്ടിരിക്കുക. ഫ്ലോ ചെയ്യല്ലേ, കുറയ്ക്ക്, ഫ്ലോ നിർത്ത്, അങ്ങനെ ഒരു എതിർക്കല്ല. നമ്മളെല്ലാവരും മൈൻഡ് സെറ്റ് ഉണ്ടാവില്ല അല്ലെ? ക്ലാസ് ഒരാൾ കാര്യമായിട്ട് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കേൾക്കാണ്ട് നിങ്ങളുടെ മൈൻഡ് എവിടേക്കോ പോകും. അത് കൈൻഡ് ഓഫ് റെസിസ്റ്റൻസ് ആണ് അല്ലെ? നിങ്ങളുടെ ബോഡിയിലെ, നിങ്ങളുടെ തലയിലേക്ക് കണ്ടക്ട് ചെയ്യുന്ന ഇൻഫർമേഷൻ മൊത്തം തടസ്സം അതന്നെയാണ്. അപ്പൊ ഇലക്ട്രോണിന്റെ ഫ്ലോ ഒപ്പോസ് ചെയ്യുന്ന ഒരു കണ്ടക്ടറിന്റെ പ്രോപ്പർട്ടി ആണ് എന്ത്? റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ റെസിസ്റ്റൻസ് ഇസ് ഡിനോട്ടഡ് ബൈ ആർ. അതിനൊരു യൂണിറ്റ് തന്നെ ഉണ്ട്. ആരാണ് ഇത് നമുക്ക് പറഞ്ഞു തന്നത്? ആക്ച്വലി എവിടുന്നാണ് ഈ ടേം കിട്ടിയത് നമുക്ക്? ഈ ഒരു പുതിയ ടേം പെട്ടെന്ന് എവിടുന്നാ വന്നത്? ഓംസ് ലോ എന്നല്ലേ? അപ്പൊ ഓമിന്റെ പേര് തന്നെ കൊടുക്കുന്നല്ലേ ന്യായം. ഓക്കെ, സോ യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഇസ് ഓം. ഹോപ്പ് യു ഗോട്ട്. ഉറപ്പല്ലേ? ഓക്കെ, വണ്ടർഫുൾ. ഓക്കെ, റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്താന്ന് ചോദിച്ചാൽ ഓം തന്നെയാണ് അല്ലെ? എന്താണ്? ഓം. ഓക്കെ, അപ്പൊ അടുത്ത ഡൗട്ട് നിങ്ങൾക്ക് വരും, അതും കൂടി ഞാൻ പറഞ്ഞു തരാം. എവിടെ പോയത്? ഓക്കെ, യെസ്. ഓക്കെ, ഇനി ഇതൊരു PYQ ആണ്. 2017 ചോദിച്ചൊരു PYQ ആണ്. നമുക്കത് നോക്കാം. ഇവിടെ നോക്കടാ മക്കളെ, നോക്കടാ. ഇവിടെ സാർ I കൊടുത്തു, ഇവിടെ സാറ് B എന്ന് കൊടുത്തു. 1 2 3 4. ഇവിടെ സാറ് 2 4 6 8 വേണമെങ്കിൽ ഒരു കാര്യം കൂടി തരാം. ഇവിടെ 5, ഇവിടെ 10 കൊടുത്തോട്ടെ മക്കളെ. ഗ്യാപ്പ് ഒന്നും പ്രോപ്പർ അല്ല കേട്ടോ, ഞാൻ ജസ്റ്റ് ഒരു റഫ് ആയിട്ട് വരയ്ക്കുന്നതാണ്. ഓക്കെ, പറയടാ. എടാ, ഇവിടെ റെസിസ്റ്റൻസ് എത്ര ആയിരിക്കും? നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ ഫിൽ ചെയ്യാം. റെസിസ്റ്റൻസ് എത്ര ആയിരിക്കും? എവിടെ ആൻസർ വരുന്നില്ലല്ലോ? 2. ആ, വെരി ഗുഡ്. ഇനി വരട്ടെ. സ്ട്രൈറ്റ് ലൈൻ തന്നെയാണ് ഓംസ്, അതിൽ ഡൗട്ട് ഒന്നുമില്ല. സ്ട്രൈറ്റ് ലൈൻ തന്നെയാണ്. ഓംസ് ലോ അല്ലേ? ഓക്കെ, എന്നാ പിന്നെ ഞാൻ ആൻസർ പറയട്ടെ. എടാ, നമ്മളെല്ലാവരും പറ്റിച്ചുകൊണ്ടാണ് ഈ ചോദ്യം ചോദിച്ചത് കേട്ടോ. ഓക്കെ, ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം മക്കളെ. സ്ലോപ്പ് അല്ലടാ റെസിസ്റ്റൻസ് തരാ അല്ലേ? സ്ലോപ്പ് അല്ലേ റെസിസ്റ്റൻസ് തരാ? നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം ഇത് എഴുതുന്നതിന് മുന്നേ ആയിട്ട്. ഇവിടെ Y ആക്സിസിൽ എന്താടാ ഉള്ള മക്കളെ? കറന്റ് ആണോ വോൾട്ടേജ് ആണോ? Y ആക്സിസിൽ കറന്റ് ആണ് അല്ലെ? അപ്പൊ Y ആക്സിസ് I ബൈ X ആക്സിസ് V. എടാ, I ബൈ V R ആണോ? I ബൈ V R ആണോ? I ബൈ V R അല്ലല്ലോ, V ബൈ I അല്ലേ R അല്ലേ? V ബൈ I അല്ലേ R? I ബൈ V R അല്ലല്ലോ. അപ്പൊ നമ്മുടെ ആൻസർ എന്താവും? തെറ്റിയില്ല. ഇപ്പൊ എല്ലാവരും 2 ഇട്ട് ഞാൻ കണ്ടു എല്ലാവരും 2 ആണ് എഴുതിയത്. പക്ഷെ 2 അല്ല ആൻസർ. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ന്റെ എന്തായിരിക്കും? അല്ല, 2 തെറ്റോന്ന് ഞാൻ പറഞ്ഞില്ല കേട്ടോ. ഇവിടെ നോക്കാം നമുക്ക് എന്തായാലും. പറ, ന്റെ വാല്യൂ എന്തായിരിക്കും? പറയടാ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആടാ. 5 അല്ലേ? ബൈ പറഞ്ഞോ, വെറുതെ ഒരു വാല്യൂ പറയടാ. 5 ഒക്കെ എടുക്കാം. 5ന്റെ നേരെ എത്ര വരുന്നത്? 10 ആണ്. അപ്പൊ 5 ബൈ 10 എന്തായിരിക്കും? 1/2 അല്ലെ? കുറെ പേര് 2 ആട്ടോ പറഞ്ഞ. ശരി തന്നെയാണ് ആൻസർ. ഓക്കെ, അതിനെ തിരിച്ചിടണം. നമുക്ക് കിട്ടിയത് 1/R ആണ്. അപ്പൊ R വേണമെങ്കിൽ അത് എന്തായിരിക്കും? 2 ഓം. കറക്റ്റ്. എങ്ങനെയുണ്ട്? ഒന്ന് പേടിച്ചോ എല്ലാരും? റെഡി അല്ലേ? ഓക്കെ, ഫൈൻ. യെസ്. ഓക്കെ, റെഡി. ഫൈൻ. ഓക്കെ, ഇതൊന്ന് ഞാൻ മായ്ക്കുന്നുണ്ട് കേട്ടോ. മായ്ച്ചോട്ടെ, ചെയ്യട്ടടാ, മായ്ച്ചോട്ടെ. ഓക്കെ, ഫൈൻ. എല്ലാവർക്കും ഓക്കെ അല്ലടാ? ഇത് അതേപോലെ ഇതൊരു PYQ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇതും ഞാൻ പറഞ്ഞു തരാം. നോക്ക്, ഇതിൽ നിങ്ങൾ 2 മെറ്റീരിയലിന്റെ സാർ BI ഗ്രാഫ് വരയ്ക്കുക. 2 മെറ്റലിന്റെ. ഓക്കെ, രണ്ടെണ്ണം. ഓക്കെ, ഇതിന്റെ ആൻസർ നിങ്ങളാണ് പറയേണ്ടത്. നോക്ക്, ഇതും ഒരു PYQ ആണ്. ഇതൊരു ഫസ്റ്റ് മെറ്റലിന്റെ VI ഗ്രാഫ് ആണ്. ഇത് സെക്കൻഡ് മെറ്റലിന്റെ VI ഗ്രാഫ് ആണ്. ഇത് ഫസ്റ്റ് മെറ്റലിന്റെ VI ഗ്രാഫ്, ഇത് സെക്കൻഡ് മെറ്റലിന്റെ VI ഗ്രാഫ്. മൈ ക്വസ്റ്റ്യൻ ഇസ് നത്തിങ് ബട്ട് ഏതിനാണ് റെസിസ്റ്റൻസ് കൂടുതൽ? 1-നാണോ 2 ആണോ? ഏതിനാണ് കൂടുതൽ റെസിസ്റ്റൻസ്? കുറെ പേര് ആൻസർ വരുന്നുണ്ട് കേട്ടോ. കുറച്ചും കൂടി വന്നോട്ടെ.
ആ അതന്നെ ഒരാള് കറക്റ്റ് ഒരു വേർഡ് പറഞ്ഞിട്ടാണ് പോയത്. മോർ സ്ലോപ്പ് മോർ റെസിസ്റ്റൻസ്. ഇതിൽ ആർക്കാണ് കൂടുതൽ സ്ലോപ്പ്? കണ്ടാൽ അറിയാം അല്ലെ. VI ഗ്രാഫിൽ ഏറ്റവും കൂടുതൽ സ്ലോപ്പ് വരുന്നത് ആർക്കാണ്? വണ്ണിനല്ലടാ. വണ്ണല്ലടാ കുറച്ചും കൂടി സ്ലോപ്പ് കൂടുതല്. ക്ലിയർ? VI ഗ്രാഫില് വണ്ണാണ് കുറച്ചും കൂടി Y ആക്സിസിന് അടുത്തായിട്ട് നിൽക്കുന്നത്. അങ്ങനെയും പറയാം സിമ്പിൾ ടേംസിൽ. ഇതൊക്കെ മാത്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവല്ലോ. ഓക്കെ, അപ്പൊ കൂടുതൽ റെസിസ്റ്റൻസ് 2 അല്ല, കൂടുതൽ റെസിസ്റ്റൻസ് ആർക്കാന്ന് ചോദിച്ചാൽ വണ്ണിനാണ്. ഗോട്ട് ഇറ്റ്? കാരണം വണ്ണാണ് കൂടുതൽ സ്ലോപ്പ് ഉള്ളത് അല്ലെ. 2 അല്ല കൂടുതൽ സ്ലോപ്പ് ഉള്ളത്, വണ്ണിനാണ് കൂടുതൽ സ്ലോപ്പ്. സോ ആൻസർ ഇസ് 1. ഇങ്ങനത്തെ ഒരു ഡയഗ്രാം ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതിന്റെ ആൻസർ ഇത് തന്നെയാണ്, 1 തന്നെയാണ്. ഓക്കെ, ഇഫ് ഇറ്റ് ഈസ് ഓക്കെ റൈറ്റ് എസ് ഓൺ ദി ചാറ്റ് ബോക്സ്. ഈ ക്വസ്റ്റ്യൻ ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ. ഓക്കെ 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 ഇനി വരട്ടെ ഇനി വരട്ടെ ഇനി വരട്ടെ. ഓക്കെ ഫൈൻ. ഓക്കെ, ഞാനൊരു ചോദ്യം തരാം, അതെല്ലാം കൂടെ വെച്ചിട്ട് എനിക്കൊരു കാര്യം ചെയ്തു തരോ? സർക്യൂട്ട് ഡയഗ്രാം വരച്ചു തരാൻ പറ്റുമോ? നമുക്ക് നോക്കാം. ഞാനൊരു ക്വസ്റ്റ്യൻ തരാം, നിങ്ങൾ ജസ്റ്റ് വരച്ചിട്ട് അതല്ല, നിങ്ങൾ വരച്ചാലും പറയാൻ പറ്റില്ലല്ലോ അല്ലെ. ഞാൻ തന്നെ വരച്ച് കാണിച്ചു തരാം. ഓക്കെ, പറയട്ടെ. ഇത് ഓക്കെ ആയിട്ടുണ്ട്. യെസ്, ഓക്കെ ഫൈൻ. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഒരു വോൾട്ട് മീറ്റർ ഇസ് എ ഡിവൈസ് യൂസ് ടു മെഷർ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലേ? ഓക്കെ, ഒരു വോൾട്ട് മീറ്റർ, ഒരു അമ്മീറ്റർ, ഒരു റെസിസ്റ്റർ ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക. ദിസ് ഇസ് റെസിസ്റ്റർ. ക്ലിയർ? ഒരു സ്വിച്ച് ഓർ കീ യൂസ് ചെയ്യാം നമുക്ക്. ഒരു കീ, പിന്നെ നോർമൽ വയറൊക്കെ വെച്ചിട്ട് ഒരു സർക്യൂട്ട് മേക്ക് ചെയ്ത്. വോൾട്ട്മീറ്റർ, അമ്മീറ്റർ, റെസിസ്റ്റർ, കീ, പിന്നെ സെല്ലും വേണം, സെൽ. ഇതെല്ലാം വെച്ചിട്ട് ഒരു സർക്യൂട്ട് ക്രിയേറ്റ് ചെയ്ത് ഈ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് കേട്ടോ. കുറച്ച് മുന്നേ ചോദിക്കലുണ്ടായിരുന്നു, ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. ഓക്കെ, നിങ്ങൾ വരച്ചു വെച്ചോ, കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ചോദിക്കാം. അതുപോലെ തന്നെയാണ് വരച്ചത്, നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. ഓക്കെ അല്ലേ? ഇത് ജസ്റ്റ് പെൻ ഉണ്ടെങ്കിൽ നോട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വരച്ചു നോക്കിയേ. വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നൊരു യെസ് എന്നൊക്കെ ഒരു മെസ്സേജ് വിട്ടാൽ മതി. വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു യെസ് സാർ കഴിഞ്ഞു അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു മെസ്സേജ് വിട്ടാം. ഇഫ് ഇറ്റ് ഈസ് ഓവർ, ഓക്കെ, ഇഫ് സാർ ഇസ് ഓവർ, ഡൺ ഡൺ ഡൺ. ഓക്കെ, ഇഫ്സ വരച്ചു കഴിഞ്ഞു. ഓക്കെ, ഫിനിഷ്. ഫത്വിൻ ഫിനിഷ്. ഓക്കെ, ഫത്വിൻ അഹമ്മദ് ബിൻ ഫൈസ്. ഓക്കെ, ഫത്വിൻ. ഓക്കെ, ഏഞ്ചൽ. ഓക്കെ ഫൈൻ. ഇനിയും വരട്ടടാ. ഓക്കെ, എസ് ആണ്. പിന്നെയും എന്തെങ്കിലും ഡൺ. ഓക്കെ ഫൈൻ. എന്നാ പിന്നെ ഞാൻ നിങ്ങളെ വരച്ച പോലെ ഞാൻ വരയ്ക്കുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഓക്കെ, ഞാൻ വരയ്ക്കാണ് അവിടെ നോക്കേ. എത്ര പേര് ഈ സർക്യൂട്ട് ഡയഗ്രാം ഇങ്ങനെ വരച്ചിട്ടുണ്ട്? ജെന്യൂൺ ആയിട്ട് ആൻസർ പറയണേ. ഓക്കെ, കറക്റ്റ് ആണ്. ഡൺ. ഓക്കെ, തെറ്റിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ. തെറ്റുന്നല്ല ശരിയാക്കാൻ പറ്റാം. തെറ്റിക്കോട്ടെ, തെറ്റിയാൽ കുഴപ്പമൊന്നുമില്ല. എന്നാൽ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, തെറ്റിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ചേക്ക്, ഞാൻ പറഞ്ഞുതരാം. നമുക്ക് തെറ്റുന്ന ഒരു പ്രോബ്ലം ഉണ്ട് കേട്ടോ. വോൾട്ട് മീറ്റർ കൊണ്ടുവന്നിട്ട് എല്ലാവരും സീരീസിൽ വെച്ച് കൊടുക്കും, സർക്യൂട്ടിന്റെ കൂടെ വരയ്ക്കും. അത് ചെയ്യരുത്. ക്ലിയർ? ഓക്കെ, ഡൗട്ട്? ഓക്കെ, ഒറ്റ മിനിറ്റ് ഞാൻ ഇപ്പൊ വരാം. ഓക്കെ, ഈ വോൾട്ട് മീറ്റർ ചിലർ എങ്ങനെ വരച്ചിട്ടുണ്ടാവും ഞാൻ പറഞ്ഞുതരാം. അമ്മീറ്റർ എവിടെ വേണമെങ്കിൽ വരയ്ക്കാം, ഈ സർക്യൂട്ടിന്റെ കൂടെ ആയാൽ മതി. ഓക്കെ, അമ്മീറ്റർ, വോൾട്ട് മീറ്റർ, റെസിസ്റ്റർ, സെല്ല്, പിന്നെ കീ ഓൺ. ഇങ്ങനെ ചെയ്ത് വെച്ചാൽ കീ ഓൺ അല്ലെങ്കിൽ പ്ലഗ് ഓൺ എന്നാണ് പറയാ. എന്താണ് ചോദിച്ചോ പത്നി ചോദിച്ചത്. ഇത് മെസ്സേജ് ചെയ്താലും മറ്റേ ചാറ്റ് ബോക്സ് യൂസ് ചെയ്താലും മതി. ജസ്റ്റ് ഒന്ന് ഒരു ടൈപ്പ് ചെയ്ത് വിട്ടാൽ മതി, ഞാൻ നോക്കിയിട്ട് പറയാം. ഓക്കെ, ഒന്ന് ടൈപ്പ് ചെയ്യുന്നവരെ ഞാൻ പറഞ്ഞോട്ടെ ഇത്. ഓക്കെ, ഇവിടെ മക്കൾ ഇവിടെ നോക്കടാ. ഓക്കെ, അപ്പൊ അമ്മീറ്റർ, വോൾട്ട് മീറ്റർ, റെസിസ്റ്റർ. ചിലപ്പോൾ ചിലവർ ഇങ്ങനെയാണ് വരയ്ക്കുക, അത് ഒരിക്കലും വരയ്ക്കാൻ പാടില്ല. ഇങ്ങനെ വരച്ചത് തെറ്റും. അമ്മീറ്റർ സർക്യൂട്ടിന്റെ കൂടെ വരയ്ക്കും, ബട്ട് വോൾട്ട് മീറ്റർ ഷുഡ്. സർ, സ്വിച്ച് എവിടെ വേണമെങ്കിലും വെക്കാമോ? യെസ്, ഓഫ് കോഴ്സ്. സർക്യൂട്ടിന്റെ ഭാഗത്തായിട്ട് സീരീസിൽ എവിടെ വേണമെങ്കിലും വെക്കാം. ഓക്കെ, ഇവിടെ എവിടെ വേണമെങ്കിലും വെക്കാം. ഇവിടെ വെക്കാം, ബട്ട് ഇവിടെ വെക്കരുത്.
സർക്യൂട്ടിന്റെ കൂടെ സീരീസിൽ എവിടെയും വെക്കാം. ക്ലിയർ ആയിട്ടുണ്ടോ? അമ്മീറ്ററും സർക്യൂട്ടിന്റെ കൂടെ തന്നെ വെക്കാൻ പറ്റുള്ളൂ. വെരി ഗുഡ് ക്വസ്റ്റ്യൻ. അമ്മീറ്ററും സർക്യൂട്ടിന്റെ കൂടെ മാത്രമേ വെക്കാൻ പറ്റുള്ളൂ. വോൾട്ട് മീറ്റർ റെസിസ്റ്ററോ ബൾബോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ പാരലായിട്ട് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. ഡൗട്ട് വരും അത് എന്തുകൊണ്ടാന്നുള്ളത്. അത് ഞാൻ റെസിസ്റ്റേഴ്സ് ഇൻ സീരീസും പാരലും പഠിപ്പിച്ചു തരും. എങ്ങനെ അമ്മീറ്റർ മേലെ അത് പറ്റില്ല. നല്ല ചോദ്യം, എനിക്ക് ഇഷ്ടമായി. ഇങ്ങനെ ചിലവർ ഇങ്ങനെ ചെയ്യൂല്ലേ, റെസിസ്റ്ററിന്റെ മുകളിലായിട്ട് അമ്മീറ്റർ ഇങ്ങനെ വെക്കും. ദാറ്റ് ഈസ് നോട്ട് അലൗഡ്. അമ്മീറ്റർ ഒരിക്കലും അവിടെ വെക്കാൻ പറ്റില്ല. റെസിസ്റ്ററിന്റെ പാരലായിട്ട് വോൾട്ട് മീറ്റർ മാത്രമേ വെക്കാൻ പറ്റുള്ളൂ. ക്ലിയർ? ഓക്കെ. റെസിസ്റ്റർ എന്ന് പറയുന്നത് ചിലപ്പോൾ ബൾബ് ആയിരിക്കാം, അല്ലെങ്കിൽ റെസിസ്റ്റർ എന്ന് പറയുന്നുണ്ടാവും, എങ്ങനെ വേണമെങ്കിലായിരിക്കും. ഓക്കെ, ഫൈൻ. അതാണ് ഞാൻ പറഞ്ഞത്. റെസിസ്റ്റേഴ്സ് ഇൻ സീരീസും പാരലലും എനിക്ക് പറയാനുണ്ട്. ആ ടോപ്പിക് എത്തുമ്പോൾ അത് ഞാൻ പറഞ്ഞു തരാം എന്തുകൊണ്ടാണ് ഇതിങ്ങനെ വെക്കുന്നത് എന്നുള്ളത്. വേണമെങ്കിൽ ഇപ്പൊ ജസ്റ്റ് ഒരു ഹിന്റ് പറഞ്ഞുതരാം. പാരലലില് പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും, സീരീസിൽ കറന്റ് സെയിം ആയിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ വെക്കുന്നത്. ക്ലിയർ? അത് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ സീരീസും പാരലൽ എടുത്തിരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു തരും. പ്രോബ്ലം കുറെ ചെയ്യാനുണ്ട്. ഓക്കെ ആണോ? ഓക്കെ. ഈ ടോപ്പിക്ക് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കണം കേട്ടോ. ഇത് സ്ഥിരം ചോദിക്കുന്നതാണ്, പലരും തെറ്റിക്കലും ഉണ്ട്. അത് നിങ്ങൾ തെറ്റിക്കരുത്. ഓക്കെ, അത് നോക്കണം. ഓക്കെ, ഞാൻ അടുത്ത ടോപ്പിക്കിലേക്ക് പോട്ടെ. ഇത് ക്ലിയർ ആയിട്ടില്ലേ? ഓക്കെ, അത് ആയിട്ടില്ല. റോ ആയിട്ടില്ല. റോ പറയണമെങ്കിൽ ഒരു ഇക്വേഷൻ എനിക്ക് മേക്ക് ചെയ്യണം. അതാണ് അടുത്തതിലേക്ക് പോകുന്നത്. ഓക്കെ, യെസ്. ഓക്കെ, റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. റെസിസ്റ്റൻസ് ഡിപ്പെൻഡിങ് ഫാക്ടേഴ്സ് എന്തൊക്കെ ആയിരിക്കും അക്കോർഡിംഗ് ടു യുവർ ഐഡിയ? എന്തെങ്കിലും അറിയാണെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സിൽ പറഞ്ഞേ. റെസിസ്റ്റൻസ് ഡിപ്പെൻഡിങ് ഫാക്ടേഴ്സ്. ഓക്കെ. അനിഷ്. ഓക്കെ. ടെമ്പറേച്ചർ. ഓക്കെ, ഫൈൻ. ഇനിയും വരട്ടെ. ക്രോസ് സെക്ഷൻ ഏരിയ. ഓക്കെ, ഇനിയും ലെങ്ത്, ടെമ്പറേച്ചർ. ഓക്കെ, ഞാൻ പറയട്ടെ. എന്നാ സ്റ്റാർട്ട് ചെയ്യട്ടെ. ജസ്റ്റ് 4 പോയിന്റ്സ് നമുക്ക് പറയാനുള്ളൂ കേട്ടോ. ഒന്ന്, ഒരു വയറിന്റെ ലെങ്ത് കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് കൂടിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് കൂടുതൽ ലെങ്തി വയേഴ്സ് യൂസ് ചെയ്യരുതെന്ന് പറയാനുള്ള കാരണം. ലെങ്ത് കൂടുമ്പോൾ റെസിസ്റ്റൻസ് കൂടും. ഓക്കെ. 2, ഒരു വയറിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറയുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് കൂടും. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. എന്താണ്? യെസ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. R is inversely proportional to A. ഇനി മൂന്നാമത്തത് എന്താന്ന് ചോദിച്ചാല് ടെമ്പറേച്ചർ. നാലാമത്തത് നേച്ചർ ഓഫ് മെറ്റീരിയൽ. ഈ 4 ഫാക്ടർ ആണ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന? റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന. ക്ലിയർ? ലെങ്ത്, ഏരിയ, ടെമ്പറേച്ചർ, നേച്ചർ ഓഫ് ദി മെറ്റീരിയൽ. ഇനി ഞാൻ ഒരു കാര്യം പറഞ്ഞു തരാം. ഓംസ് ലോ നമ്മൾ പഠിച്ചത് ഓർമ്മയുണ്ടോ? യെസ്, ഉണ്ട്. ഓക്കെ, ആ ഓംസ് ലോ ഫസ്റ്റ് പറയുന്ന ഒരു വാക്കില്ലേ, അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. അത് എന്തുകൊണ്ടാ പറയുന്നത്? ഇപ്പൊ ശരിയാക്കി തരാം എന്തുകൊണ്ടാ വാക്ക് ഉപയോഗിക്കുന്നത് എന്നുള്ളത്. ഇത്ര മാത്രമേ ഉള്ളൂ. ഒരു വയർ എടുത്ത് നിങ്ങൾ എടുക്കണ്ട കേട്ടോ, ഞാനൊരു ജസ്റ്റ് കൺസിഡർ ചെയ്യാൻ വേണ്ടി പറയാണ്. ഓക്കെ, ഒരു വയർ എടുത്ത്, ഒരു ഗിവൺ വയർ എടുത്തു കഴിഞ്ഞാൽ, ഒരു വയർ നമ്മൾ ഫിക്സ് ആക്കിയിട്ട് ഒരു വയർ എടുത്തു കഴിഞ്ഞാൽ ആ വയറിന്റെ ലെങ്ത്, അതിന്റെ ഏരിയ, അതിന്റെ നേച്ചർ ഓഫ് മെറ്റീരിയൽ എന്തായാലും ഫിക്സ്ഡ് ആയിരിക്കും അല്ലേ? അല്ലടാ മക്കളെ? അല്ലെ? ഒരു വയർ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ലെങ്ത് എടുത്തു. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ഒരു വയർ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ലെങ്ത്, അതിന്റെ ഏരിയ, അതിന്റെ നേച്ചർ ഓഫ് മെറ്റീരിയൽ അത് എന്തായാലും ഫിക്സ്ഡ് ആയിരിക്കും. നമ്മൾ ഒരു ഗിവൺ വയർ എടുത്തു കഴിഞ്ഞാൽ. ബട്ട് ടെമ്പറേച്ചർ അങ്ങനെയല്ല. അത് ചിലപ്പം നമ്മുടെ റൂം ടെമ്പറേച്ചറിനനുസരിച്ചും ഈ കണ്ടക്ടറിന്റെ ടെമ്പറേച്ചർ അതൊക്കെ മാറൂലേ? ക്ലിയർ? അത് നമുക്ക് ഒരിക്കലും ഫിക്സ് ചെയ്യാൻ പറ്റില്ല. അത് കുറച്ച് ബുദ്ധിമുട്ടല്ലേ ഫിക്സ് ചെയ്യാൻ. അതുകൊണ്ടാ പറയുന്നത് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയാൽ റെസിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആവും. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയാൽ റെസിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആവും. അതുകൊണ്ടാണ് ചിലവർ പറയും അല്ല, ഹീറ്റ് കൂടുതൽ, ഇഫ് നമ്മൾ ഹീറ്റ് കൂടുതൽ കൊടുത്താൽ സ്പീഡ് കൂടും. ഹീറ്റ് കൂടുതൽ കൊടുത്താൽ വൈബ്രേഷൻ കൂടുള്ളൂ. ഓരോ ഡയറക്ഷനിൽ ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിലെ സ്പീഡ് കൂടൂല. പകരം ഓരോ ഡയറക്ഷനിലുള്ള ആ സിഗ്സാക്ക് ആയിട്ടുള്ള റാൻഡം ആയിട്ടുള്ള മോഷൻ ആണ് കൂടാ. കറണ്ട് എന്ന് വെച്ചാൽ എല്ലാവരും കൂടി ഒരേ ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യണം. ക്ലിയർ ആവുന്നുണ്ടോ? മറ്റേത് നമ്മൾ ചൂട് കൊടുക്കുന്ന സമയത്ത് ഓരോന്ന് എങ്ങനെയാ, ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ചായപ്പൊടി ഇട്ടിട്ട് ചൂടാക്കിയാൽ ആ ചായപ്പൊടി ഒരു ഡയറക്ഷനിലാണോ വൈബ്രേറ്റ് ചെയ്യുക? അല്ല, ഓരോ ഡയറക്ഷനിലാണ് വൈബ്രേറ്റ് ചെയ്യുക അല്ലെ? അപ്പൊ അതുകൊണ്ട് ആ ചൂട് കൊടുത്താൽ ഓരോ ഡയറക്ഷനിലെ വൈബ്രേഷൻ കൂടാം. ക്ലിയർ? കറണ്ട് എന്ന് വെച്ചാൽ എല്ലാവരും കൂടി ഒരേ ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യണം. അതുകൊണ്ടാണ് ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ എന്ത് കൂടുന്നത്? റെസിസ്റ്റൻസ് കൂടുന്നത്. കാരണം ഓരോരുത്തർ ഓരോ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ റെസിസ്റ്റൻസ് കൂടാണ് ചെയ്യുക, ഫ്ലോ കുറയുകയും ചെയ്യും.
അണ്ടർസ്റ്റുഡ്? ആരാ ചോദിച്ചാൽ എനിക്കറിയില്ല, പക്ഷെ എന്താ നല്ല ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ ഫൈൻ മോന. ഓക്കെ ഓക്കെ, അതുകൊണ്ടാണ് പറയുന്നത് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. ബാക്കി മൂന്നും ചോദിച്ചോ. ബാക്കി മൂന്നും ഫിക്സഡ് ആണ്. ടെമ്പറേച്ചർ അങ്ങനല്ല. ടെമ്പറേച്ചർ ഇതങ്ങനെ മാറും. അപ്പൊ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയ റെസിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആവും. ഓക്കെ, ഇഫ്സ ചോദിച്ചോ. ടൈപ്പ് ചെയ്യാണെന്ന് തോന്നുന്നു അല്ലെ, ടൈപ്പ് ചെയ്തോ. ഓക്കെ, ഇനിയിപ്പോ ഞാനൊരു കാര്യം കൂടി ചോദിക്കാം കേട്ടോ. ഓക്കെ, ഒറ്റ മിനിറ്റ്. ഓക്കെ, മില്ലി ആൻഡ് മൈക്രോ ആംപിയർ. ഓക്കെ, അത് ഞാൻ പറഞ്ഞുതരാം. ഒരു പ്രോബ്ലം ചെയ്യാന്ന് ഞാൻ വിചാരിച്ചു, ഇപ്പൊ തന്നെ പറഞ്ഞുതരാം. പ്രോബ്ലം ചെയ്യുമ്പോൾ പറഞ്ഞാൽ മതിയോ? മില്ലിയും മൈക്രോ ഇപ്പൊ തന്നെ പറയണോ? മില്ലി മീൻസ് 10⁻⁻3. മൈക്രോ മീൻസ് 10⁻⁻6. ഓക്കെ ഓക്കെ, ഒന്നും കൂടെ പറഞ്ഞുതരാം. 1 മില്ലി ആംപിയർ എന്നാണ് പറയുന്നുണ്ടെങ്കിൽ 1 മില്ലി ആംപിയർ ഇസ് ഈക്വൽ ടു 10⁻⁻3 ആംപിയർ. 1 മൈക്രോ ആംപിയർ മീൻസ് 10⁻⁻6 ആംപിയർ. അതൊന്ന് ഓർത്ത് വെച്ചോ. പ്രോബ്ലത്തിൽ കൺവേർഷൻ ഉണ്ടാവും, നമ്മൾ മറന്നു പോകും ചിലപ്പോൾ ചെയ്യാൻ അല്ലെ. അതുകൊണ്ട് അതൊന്ന് എവിടെയെങ്കിലും എഴുതി വേണമെങ്കിൽ എഴുതി വെച്ചോ. ഓക്കെ, ഇപ്പൊ ഞാനൊരു ചെറിയ കാര്യം പറഞ്ഞത് നമുക്ക് ക്ലാസ് മെല്ലെ വൈൻഡപ്പിലേക്ക് പോകാൻ. ഇവിടെ നോക്ക്. എടാ, റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്ന മെയിൻലി 2 ഫാക്ടേഴ്സ് ഏതാടാ? 4 ഉണ്ടല്ലോ അല്ലെ. അതിൽ ഒന്ന്, റെസിസ്റ്റൻസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത്. യെസ്. ഓക്കെ, സെക്കൻഡ് പോയിന്റ്, റെസിസ്റ്റൻസ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ. യെസ്. ഓക്കെ, ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് സാറ് ഒറ്റ ടേമിലേക്ക് എഴുതുന്നുണ്ട്. റെസിസ്റ്റൻസ് ഇസ് okay, very good, fine. Resistance proportional L by A. L by A ഇങ്ങനെ എഴുതുന്നത് ശരിയാണോ തെറ്റാണോ? ആസ് പെർ യുവർ വ്യൂ, ഇങ്ങനെ എഴുതുന്നത് ശരിയാണോ തെറ്റാണോ? ശരിയാണോ? ആണ്. യെസ്. ശരിയാണ്. കറക്റ്റ്. ഓക്കെ, കറക്റ്റ്. കറക്റ്റ്. ശരിയാണ്. ഓക്കെ, എന്നാ പിന്നെ ഓക്കെ, ഞാൻ ഒറ്റ കാര്യം പറയാം. അതിന്റെ ചെയ്യാൻ പോകണം ഒറ്റ കാര്യം. ഓക്കെ, ഈ പ്രൊപ്പോർഷണൽ സൈൻസ് ആർ ഈക്വൽ ടു ആക്കാൻ ട്രൈ ചെയ്യുന്നു. ഓക്കെ, പ്രൊപ്പോർഷണൽ ഈക്വൽ ആക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? വെരി ഗുഡ്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ മീൻസ് എന്താണെന്നല്ല. ഓക്കെ, ഞാൻ പറഞ്ഞു തരാം. ഒരു ഫാക്ടർ കൂടുമ്പോൾ മറ്റൊരു ഫാക്ടർ കുറയുന്നുണ്ടെങ്കിൽ, ഒരു ക്വാണ്ടിറ്റി കൂടുമ്പോൾ മറ്റൊരു ക്വാണ്ടിറ്റി കുറയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ക്വാണ്ടിറ്റി കുറയുമ്പോൾ മറ്റൊരു ക്വാണ്ടിറ്റി കൂടുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്നാണ് പറയാം. ഓക്കെ, ആരോ ഒരാൾ ചോദിച്ചിരുന്നു, അയാൾക്കുള്ള ഉത്തരമാണ്. ഓക്കെ, ഫൈൻ. യെസ്. ഓക്കെ, ഈ പ്രൊപ്പോർഷൻസ് ആൻഡ് ഈക്വൽ ടു ആകാൻ നമുക്കൊരു കോൺസ്റ്റന്റ് വേണ്ടേ? ഇവിടെ ഞാൻ എടുക്കുന്ന കോൺസ്റ്റന്റ് എന്താന്ന് ചോദിച്ചാൽ റോ. വാട്ട് ഇസ് ദാറ്റ്? റോ ഇസ് നത്തിങ് ബട്ട്, റോ എന്ന് വെച്ചാൽ റെസിസ്റ്റിവിറ്റി എന്നാണ് പറയാ. എന്താ പറയാ? റെസിസ്റ്റിവിറ്റി. ഇതിലൊരു ചോദ്യം സ്ഥിരം വരാറുണ്ട് കേട്ടോ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും ഞാൻ. ഓക്കെ, റെസിസ്റ്റിവിറ്റി. സോ റോ ഇസ് നത്തിങ് ബട്ട് റെസിസ്റ്റിവിറ്റി. ആ റെസിസ്റ്റിവിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താന്ന് ചോദിച്ചാൽ പറഞ്ഞോ. ടേക്ക് ദാറ്റ് എ ടു ദാറ്റ് സൈഡ്, ആർ എ ബൈ എൽ. അപ്പൊ റെസിസ്റ്റിവിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ RA/L. RA/L. മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ്, കഴിഞ്ഞ വർഷമല്ല 2023 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതായത് ഇവിടെ നോക്ക്, വയറിന്റെ റേഡിയസ് മാത്രമേ തന്നിട്ടുള്ളൂ. വയറിന്റെ റേഡിയസ് ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട് ഈ ക്വസ്റ്റ്യൻ കേട്ടോ. വയറിന്റെ റേഡിയസ് മാത്രം തന്നാൽ ഹൗ കാൻ വി ഫൈൻഡ് ഏരിയ? എങ്ങനെയാ ഏരിയ കണ്ടുപിടിക്കുക? ഓക്കെ, അത് അങ്ങനെ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നും പേടിക്കേണ്ട, ഒന്നും ചെയ്യേണ്ട. ഏരിയ കണ്ടുപിടിക്കാൻ πr². ഈ πr² യൂസ് ചെയ്തിട്ട് ഏരിയ കണ്ടുപിടിക്കണം. എന്നിട്ട് ഈ വാല്യൂ ഇവിടെ കൊടുക്കണം. ക്ലിയർ? അല്ലാണ്ട് റേഡിയസിന്റെ വാല്യൂ കൊണ്ടത് ഏരിയയിൽ കൊടുക്കരുത്. അണ്ടർസ്റ്റുഡ്? അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ടോപ്പിക് തെറ്റിപ്പോകും, മീൻസ് ആൻസർ തെറ്റിപ്പോകും. ഓക്കെ, നമുക്ക് പ്രോബ്ലംസ് ഒക്കെ അപ്കമിങ് ക്ലാസ്സസിൽ എന്തായാലും ചെയ്യാം. ഓക്കെ, നമുക്ക് ഇന്ന് മെല്ലെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. പഠിപ്പിച്ചതൊക്കെ മനസ്സിലായിട്ടുണ്ടോ? ഓക്കെ ഓക്കെ, യെസ്. ഓക്കെ, യെസ്. ക്രിസ്റ്റൽ ക്ലിയർ. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഫൈൻ. ഓക്കെ, നമുക്ക് ഇതിന്റെ ബാക്കി എന്താന്നുള്ളത് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, യെസ്, വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ഗുഡ് നൈറ്റ്, ബൈ.